പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഗെയിം അഡിക്ഷൻ ഒക്കെ ആണല്ലോ കൂടുതലും. നമ്മളിപ്പോ പാരന്റിങ് എടുക്കാൻ പോകുമ്പോ നമ്മൾ ചോദിക്കും എന്താണ് കുട്ടികളെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ കുട്ടികളെ കൊണ്ട് തോറ്റു, മുഴുവൻ ഇൻസ്റ്റ മറ്റേത് മറിച്ചത് അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് ഒരു കുട്ടി വന്നത് 6-ലോ 5-ലോ മറ്റാണ്, ഫുൾ ഗെയിം അഡിക്ഷൻ. സ്കൂളിൽ ഇങ്ങനെ ബാഗ് തൂക്കി വന്ന് വീട്ടിലെത്തിയാൽ ഇത് കൂടെ ബാഗ് അയച്ചു വെച്ച് ഇത് കൂടെ ഫോൺ എടുക്കും. അങ്ങനെ ഒരു കുട്ടി എന്നിട്ട് ഗെയിം കളിക്കും. അപ്പൊ എന്ത് ഗെയിമാ കളിക്കുന്ന വെച്ചാൽ ഈ മറ്റേ ഫ്രീ ഫയർ ആണ്. അതിന്ന് കുട്ടിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റണില്ല. അത്രയും ആയപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. ആദ്യം അവർ അടിച്ചു നോക്കി, ഫോൺ മാറ്റി വെച്ച് നോക്കി, ഫുഡ് കൊടുക്കാതെ എന്തൊക്കെയോ മെത്തേഡ് ഉപയോഗിച്ചു, പറ്റണില്ല. ആൻഡ് ദേ ഫെയിൽഡ്. അപ്പൊ ഞാനും അച്ഛനും കൂടി ഇങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ മാറ്റാൻ പറ്റില്ല, കുഞ്ഞിന്റെ സ്വഭാവം കുട്ടിയോട് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് കുട്ടിയാണ്. അതെ. അവസാനം അച്ഛൻ ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം മാഡം, ഞാനും കൂടെ അവന്റെ കൂടെ കളിക്കാം. അപ്പൊ നിങ്ങൾക്കറിയോ ഫ്രീ ഫയർ കളിക്കാൻ? അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? എന്റെ മോനോട് ചോദിക്കാം, അവൻ എന്നെ പഠിപ്പിച്ചു തരും. അങ്ങനെ അവനെ വിളിച്ച്. അപ്പൊ അവൻ പറഞ്ഞു അതെ അച്ഛന് നിന്റെ കൂടെ ഗെയിം കളിക്കണം എന്നാ പറയണേ. അപ്പൊ അവൻ ഇതേ ചോദ്യം, അച്ഛന് കളിക്കാൻ അറിയോ? ഇല്ല. ആര് പഠിപ്പിച്ചു തരും? നീ പഠിപ്പിച്ചു തരുമോ? പിന്നെന്താ, അച്ഛൻ പൊട്ടനല്ലേ ഞാൻ പഠിപ്പിച്ചത്. ഇതാണ് വാക്ക്, അച്ഛൻ പൊട്ടനല്ലേ ഇത് അറിയില്ലല്ലോ ഞാൻ പഠിപ്പിച്ചു തരാം. അച്ഛൻ ഇങ്ങനെ ഐസായി പോയി. അപ്പൊ ഇവനാണ് ഇപ്പൊ ഹീറോ. അച്ഛന് അച്ഛൻ അത് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കേട്ടോ. അപ്പൊ അച്ഛൻ പറഞ്ഞു ശരി എന്റെ മോനാണ് ഇനി മുതൽ എന്റെ ടീച്ചർ ആൻഡ് യു ഹാവ് ടു ടീച്ച് മീ ഹൗ ടു പ്ലേ. അപ്പൊ അവൻ ശരി നാളെ മുതൽ നമുക്ക് പഠിക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ നിന്റെ സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഈ ടേംസ് കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനാണ്. പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ അവൻ വലിയ ആളാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ 6:30, കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോ 4:30 ആവും. അപ്പൊ ഈ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഞാൻ വന്നിട്ടല്ലേ കളിക്കാൻ പാടുള്ളൂ. ഒന്നും ചെയ്യാനില്ല അച്ഛൻ, ഭയങ്കര ബോറായിരിക്കുന്നു. അച്ഛൻ എക്സ്പെക്ട് ചെയ്തത് അച്ഛൻ വരുമ്പോഴേക്കും ഞാൻ അതല്ല കുട്ടിയുടെ അച്ഛൻ ഭയങ്കര ബോറായിരിക്കും. എനിക്ക് TV ഒന്നും ഇഷ്ടമല്ല, ഞാൻ ബോറടിച്ചിരിക്കും. അന്നങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ പറഞ്ഞു സൈക്കിൾ തുരുമ്പിച്ചിട്ടുണ്ടല്ലോ, സൈക്കിൾ നന്നാക്കി തരുവോ? അച്ഛൻ സൈക്കിൾ നന്നാക്കി തരാം. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്നു, സ്നാക്സ് കഴിക്കുന്നു, സൈക്കിൾ ചവിട്ടാൻ പോകുന്നു. അപ്പൊ ഞാൻ ഒരു 3 റൗണ്ട്സ് ചവിട്ടി തിരിച്ചു വരും. എന്നിട്ട് പഠിക്കണം, ഹോംവർക്ക് ചെയ്യാം. കുട്ടിയാണ് ഡിസിഷൻ എടുക്കുന്നത് കേട്ടോ. ഈ പറയണ എളുപ്പല്ലേ, കൊറേ ഞങ്ങൾ ഉണ്ടാക്കി കഥകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പഠിക്കാം. എത്ര മണി വരെ പഠിക്കും? 5:30 വരെ പഠിക്കാം, അല്ലെങ്കിൽ 5:45. പിന്നെ അച്ഛൻ വരുന്ന വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അച്ഛൻ വന്നിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുള്ളൂ എന്ന തീരുമാനത്തി. അങ്ങനെ അച്ഛൻ 6:30 വരും, അച്ഛൻ 6:45 റെഡി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ കുട്ടി പഠിക്കും. അങ്ങനെ തീരുമാനമായിട്ട് അവര് പോയി. കൊറേ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവനെ എന്നെ മണ്ടക്കടിക്കുക എപ്പോഴാന്നറിയോ? ഈ ഫ്രീ ഫയർ കളിപ്പിക്കുക പഠിപ്പിക്കുമല്ലോ, അച്ഛന് മനസ്സിലാവണില്ല ചിലത്, പറ്റടി. അപ്പൊ ചേച്ചി ഇത് എവിടെ നിന്നായിരിക്കും കുട്ടി പഠിച്ചിട്ടുണ്ടാവുക? അല്ല എന്റെ ഭാര്യ അവനെ പഠിപ്പിക്കുമ്പോ അവന് കിട്ടാണ്ടാവുമ്പോ അവൻ മണ്ടക്കടിക്കുമായിരുന്നു. എങ്ങനെയാണ് ബിഹേവിയർ ലേൺ ചെയ്ത് മനസ്സിലായി. അവസാനം എന്ത് സംഭവിച്ചത്? അച്ഛൻ ഗെയിം കളിക്കാൻ തുടങ്ങി, അമ്മ ഗെയിം കളിക്കാൻ തുടങ്ങി, ഓൾറെഡി ഉണ്ടായിരുന്നവരൊക്കെ വിട്ടുപോകാൻ തുടങ്ങി. അച്ഛനും അമ്മയും മകനും. അങ്ങനെ ഇവര് മൂന്നാളായപ്പോ കളി രസമില്ല. മാമൻ, ചെറിയച്ഛൻ, ചെറിയമ്മ, അമ്മായി ഇവരൊക്കെ കൂടെ കളിക്കാൻ തുടങ്ങി. ഇത് സംഭവിച്ചതാ. എന്നിട്ട് 6:45 മുതൽ 7 വരെ അല്ലെങ്കിൽ 7:45 വരെ ഇവരെല്ലാവരും കുടുംബത്തോടെ ഫ്രീ ഫയർ കളിക്കും. 7:45 അവരൊരു സമയം വെച്ച്, അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും അവരുടെ ഡ്യൂട്ടിയിലേക്ക്. ഓക്കെ, അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും കുറച്ചേ കാലം കഴിഞ്ഞ് അവര് എന്നെ എവിടെന്നോ കണ്ടപ്പോ പറഞ്ഞു ഞങ്ങൾ ഫ്രീ ഫയർ ഒക്കെ നിർത്തി. ആ സമയം ഞങ്ങൾ വേറെ വേറെ കളികളിലേക്ക് പോവാൻ തുടങ്ങി. പക്ഷെ ആ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ അവര് ക്വാളിറ്റി ടൈം ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അടിപൊളി. അപ്പൊ ഇവിടെ ആര് മാറി? കുട്ടി മാറിയതല്ല, അച്ഛൻ മാറി. അച്ഛൻ മാറി, അപ്പൊ കുട്ടി മാറി. കുട്ടിക്ക് ഒരു പൊസിഷൻ കൊടുത്തു, യു ആർ മൈ ടീച്ചർ, എന്നെ പഠിപ്പിക്കണം. അപ്പൊ കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീം കൂടി, കോൺഫിഡൻസ് കൂടി, അവന് മോട്ടിവേഷൻ വന്നു, അവനൊരു അപ്രീസിയേഷൻ കിട്ടിയതാണ്, റെക്കഗ്നേഷൻ കിട്ടി. അവൻ അക്നോളജ് ചെയ്തു, യു ആർ ഗുഡ് ഇൻ ദിറ്റ്. നീ ഫ്രീ ഫയറിൽ പുലിയാണ്, ഞാൻ ബിഗ് സീറോ ആണ്. ആ തരത്തിൽ കുട്ടികളെ നമുക്ക്, അതായത് ഇവിടെ ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റ് അവരുടെ അടുത്തേക്ക് പോയി ഇരുന്ന് രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരിക്കണം. ഇവിടെ കാലിന്റെ മേലെ കാലിട്ട് ഇങ്ങ്
നടക്കുകയല്ല. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെയും കുട്ടികളിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ ഇത് ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു രീതി തന്നെ കേൾക്കുന്നത്. അപ്പൊ വിജിത്ത് ലേറ്റസ്റ്റ് മൂവീസ്, ഈ കുട്ടികളുടെ ഗെയിം, ഇതൊക്കെ ആക്ച്വലി വിജിതിയും കുറച്ച് കളിക്കും, സിനിമ കാണുകയൊക്കെ ചെയ്യും. കാരണം ഈ കുട്ടികളൊക്കെ വരുമ്പോ പറയുമ്പോ നമുക്കൊരു കണക്ട് കിട്ടണ്ടേ? ഈ ഗെയിമിന്റെ പേരൊന്നും എനിക്കറിയാം. എനിക്ക് ആകെ അറിയുന്ന ഫ്രീ ഫയർ മാത്രം. ഫ്രീ ഫയർ അല്ല, മറ്റേ കാൻഡി ക്രഷ്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോ എനിക്ക് മടുപ്പാവും. ബിക്കോസ് എനിക്ക് ഒന്നിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഇവരിൽ നിന്ന് പഠിക്കുമ്പോഴാണ് എങ്ങനെ അറിയാം സൂത്രം എന്താ അറിയാം. ഈ ഗെയിം എനിക്കറിയില്ല. അപ്പൊ ഈ ഇതിന്റെ പ്രശ്നമുള്ള കുട്ടികൾ വരുമ്പോ കാർട്ടൂൺ ഒക്കെ വരുമ്പോ എനിക്കറിയില്ലല്ലോ. ഞാൻ ഇരുന്ന് ഇങ്ങനെ കഥ കേൾക്കും. ഈ പോക്കിമോൻ എന്ന് പറയുന്നത് എത്ര യൂണിവേഴ്സ് ഉണ്ടെന്ന് യൂണിവേഴ്സ്. അതില് കൊറേ ക്യാരക്ടേഴ്സ്, ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ, ഫൈറ്റ്, ഇതാണ് പ്രശ്നം. എന്താ വെച്ചാൽ ഇവൻ വരയ്ക്കുന്നതൊക്കെ ഈ നല്ല ആർട്ടിസ്റ്റ് ആട്ടോ. ഡ്രോയിങ് കോമ്പറ്റീഷന് പങ്കെടുക്കും. ഇവൻ വരയ്ക്കുന്ന മുഴുവൻ ഈ കഥാപാത്രങ്ങളെയാ. ടീച്ചർക്ക് ഇത് എന്താന്ന് അറിയില്ല. ഇവന് സമ്മാനം കൊടുക്കൂല. ബാക്കി മലയും കുന്നൊക്കെ വരയ്ക്കുന്നവർക്ക് സമ്മാനം. ഇവന് പോക്കിമൻ വരച്ചിട്ട് സമ്മാനം. ഇതാണ് അവന്റെ പ്രശ്നം. അച്ഛനും അമ്മയ്ക്കും ഇതാണ് പ്രശ്നം. കുട്ടി ഫുൾ ടൈം ഇതിൽ ഒബ്സസ്ഡ് ആണ്. അപ്പൊ എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ 3 സെഷൻ ഈ പോക്കിമോന്റെ കഥ കേട്ടു. എനിക്ക് കണക്ട് ആവില്ല. ഈ സംഭവം മനസ്സിലാവില്ല. അത് മീശമാധവൻ പോലെ അല്ലല്ലോ. കറക്റ്റ് കണക്ട് ആയില്ല. നമ്മളിതൊക്കെ കേട്ടിട്ടാണല്ലേ എനിക്ക് മനസ്സിലായില്ല കുട്ട, അത് ഒന്നുകൂടെ പറ കുട്ട, അത് വരയ്ക്ക് കുട്ട. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആവുമ്പോഴേ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് മറ്റേ സാധനങ്ങളൊന്നും ഇതിൽ കിട്ടുന്നില്ലല്ലോ. മാത്സ് ഇല്ല, സയൻസ് ഇല്ല. അപ്പൊ ഇതെങ്ങനെ? അപ്പൊ നമുക്ക് പോക്കിമാന്റെ കഥാപാത്രങ്ങളെ നമ്മൾ കണക്കിലേക്ക് കൊണ്ടുവരും, സയൻസിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് പതുക്കെ പതുക്കെ അതിലേക്ക് വരും. ഓക്കെ, കാർട്ടൂൺ ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ ബേസിക്കലി എന്റെ വീട്ടിൽ എല്ലാ ദിവസവും സിനിമ കാണുന്ന ആളാണ്. എല്ലാ ദിവസവും 8 മണി തൊട്ട് 10 മണി വരെ നമ്മൾ സിനിമ കാണും. അത് 10ാം ക്ലാസ് പരീക്ഷയാണെങ്കിലും ശരി, ബോർഡ് എക്സാം ആണെങ്കിലും ശരി, എല്ലാ ദിവസവും ഞങ്ങള് പ്രൊജക്ടറിൽ കാർട്ടൂൺ മറ്റേ സിനിമ കാണാറുണ്ട്. ഇനിയിപ്പോ പഠിക്കണം എന്നുള്ളവർക്ക് പോയി പഠിക്കാം. എനിക്ക് സിനിമ കാണാം. ബിക്കോസ് അവർക്കൊരു റൂമുണ്ട്, അവർക്ക് അവിടെ പോയി പഠിക്കാം. മനസ്സിലായി? എനിക്കിപ്പോ എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ ഇവരിരുന്ന് കാണുമല്ലോ. ഇവര് സിനിമ കാണും, ഇവര് ഹോട്ടലിൽ പോവും. അപ്പൊ അവർക്ക് പരീക്ഷ ആണെങ്കിൽ എനിക്ക് കൂടെ. അപ്പൊ ഞങ്ങള് ഒന്നിച്ച് സിനിമ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ വന്ന് പറയുമ്പോ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. എപ്പോഴും ഞാൻ അവരുടെ ഏജിലാണ്, ഞാനിപ്പൊ എന്റെ ഏജിലേക്ക് എത്തുന്നേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വരയ്ക്കാൻ പറയുമ്പോ നമ്മൾ രണ്ടാളും കൂടി ഇന്ന് ക്രയോൺസിൽ വരയോടെ വരയ്ക്കുന്നതിന്റെ ഇടയ്ക്കാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക. മനസ്സിലായി? അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. അപ്പൊ എനിക്ക് കുഴിമന്തി ഇഷ്ടമല്ല. ഇത് കുഴിമന്തി ലവേഴ്സ് ഒക്കെ എന്നെ എടുത്തിട്ടടിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ വീട്ടില് എന്റെ ചെറിയ മോള് കുഴിമന്തി കഴിക്കാൻ വേണ്ടി തന്നെ സ്കൂളിൽ നിന്ന് പുറത്തു പോകും. സ്കൂൾ കഴിഞ്ഞിട്ട്. മനസ്സിലായോ? അവര് ചോദിക്കുമ്പോ 100 റുപ്പീസ് 100 റുപ്പീസിന് കുഴിമന്തി കിട്ടോ? ഇല്ല, ഞങ്ങൾ 700 റുപ്യ. എന്നിട്ട് അവര് അവിടെ ഹോട്ടലിൽ പോയി അവര് ഒറ്റയ്ക്ക് കഴിക്കും, വരുന്നു. കുട്ടികളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ കുറെ കുട്ടികൾക്കും ഇല്ലേ സെൽഫ് ഇമ്പോസ്ഡ് കുറെ സ്ട്രെസ് ഉണ്ട്. അത് എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ഈ വരുന്നതെന്ന് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ ഈ പരീക്ഷയുടെ ടൈമിലാണ് കുറെ കാണുന്നത്, കുറെ സൂയിസൈഡൽ കാണും റിസൾട്ട്സ് വരുന്ന സമയത്ത്. അപ്പം ഈ ഒരു സ്ട്രെസ് പരീക്ഷ എന്ന് വരുമ്പോ പേടിക്കണം, സ്ട്രെസ് എടുക്കണം എന്ന് കുട്ടികൾ ജനിക്കുമ്പോഴേ പഠിച്ചിട്ട് വരുവാണോ? അല്ല. എപ്പോഴാണ് ഇത് കുട്ടി പഠിക്കുന്നത്? നമ്മളെവിടെയോ അത്രല്ലോ. പരീക്ഷ ഡെയിലി ക്ലാസ്സിൽ പോയി നമ്മൾ ഇരുന്ന് എഴുതുന്ന ഒരു സ്വാഭാവികമായ പ്രോസസ്. കുറച്ചും കൂടി എഫേർട്ട് എടുക്കണം എന്നതിനപ്പുറം ഇത് പേടിക്കേണ്ട ഒരു പ്രേതമാണെന്ന് ആരാണ് പഠിപ്പിച്ചത്? എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 10th ആയി കുട്ടി, 10th ആയിച്ചോളൂ അല്ലെങ്കിൽ 12th ആയി വിചാരിച്ചാല് ഉടനെ വരുന്നവര് ഇപ്പൊ ഗസ്റ്റ് ആരും പറയാനുള്ളൂ മോള് ഏത് ക്ലാസ്സിലിട്ടില്ല. ഓ, ബോർഡ്സ് ആണല്ലേ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇപ്പോഴല്ലേ കേൾക്കുള്ളൂ. എന്റെ മോള് 9th പഠിക്കുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ റൗണ്ട്സിന് പോകുമ്പോ എന്നോടൊരു സിസ്റ്റർ ചേച്ചി അതിഥി എത്രയിലായി? ഞാൻ 9th അടുത്ത കൊല്ലം 10th ആയി. എന്റെ മോൾക്ക് 9th എന്തൊക്കെ സബ്ജക്ട് ഉണ്ട്, എത്രയൊക്കെ മാർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. 10th എത്തിയിട്ടും അറിയില്ല. എന്റെ തെറ്റാണ്. എന്നാലും ഞാൻ പറയാ
ബോർഡ് എക്സാമിന്റെ ഡേറ്റ് ചോദിക്കുമ്പോ എനിക്ക് അറിയില്ലായിരുന്നു 10th പഠിക്കുന്ന സമയത്ത്, +2 പഠിക്കുന്ന സമയത്ത്, രണ്ടുപേരുടെയും. അപ്പൊ ഞാൻ അത്രയും ലീസ്റ്റ് ബോധമാണ് ഈ പരീക്ഷയെ പറ്റി. ആൻഡ് ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് പഠിക്കണോ, പഠിച്ചോളൂ. സൗകര്യമുണ്ട്, അധികം വഴക്കിടാത്ത ഒരു അച്ഛനും അമ്മയും ഉണ്ട്, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകുന്ന പാരന്റ്സും ഉണ്ട്. നിനക്ക് പഠിക്കണമെങ്കിൽ നീ പഠിക്കണം, അത്രേ ഉള്ളൂ. എന്റെ മൂത്ത മോള് എപ്പോഴുള്ള പരാതി, ക്ലാസ്സിലേ ഉണ്ടാവില്ല അവള്. അറ്റൻഡൻസ് ഒക്കെ ഉണ്ടാവും, രാവിലെ നേരത്തെ പോകും, ക്ലാസ്സിലല്ല നാടകം, ഡാൻസ്, പിന്നെ NSS, അവിടെ വൃത്തിയാക്കലുകൾ എല്ലാം അവള് ഉണ്ടാവും. ആ ക്ലാസ്സിൽ കയറാത്ത കുട്ടി പക്ഷെ 10th ക്ലാസ് എത്തിയപ്പോ അവള് +2 നല്ല മാർക്ക് വാങ്ങി A+ വാങ്ങിച്ച് പാസ്സായി. ഒരു തരത്തിലുള്ള സ്ട്രെസ്സും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇന്നലെ എനിക്കൊരു കുട്ടി വന്നിട്ട് പഠിച്ചിട്ടുണ്ട്, 10th ആണെന്ന് തോന്നുന്നു, 10th ആണ്, പേടിയാണ് ആന്റി. അപ്പൊ മുമ്പ് വന്നപ്പോ അവനെ പേടി, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, പേടിയൊക്കെ മാറി. ഞങ്ങള് കുറച്ച് ലേണിംഗ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു, അത് വെച്ച് അവൻ പഠിക്കുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ആയി. അപ്പൊ ഇപ്പൊ വന്നപ്പോ അവന് പേടിയാണ്. ഇനി എന്തിനാണ് പേടി, ഹാഫ് ഇയർലി വരാൻ പോകത്ര ഡിസംബറിൽ, അതിന് പേടിയാണ് മാർക്ക് കുറയുമ്പോ. അപ്പൊ നിനക്ക് നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ ടീച്ചർ പറയാണേ ഈ ഹാഫ് ഇയർലി എക്സാമിന് എന്തായാലും മാർക്ക് കുറയും, നല്ല ടഫായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്. ഒന്നും പഠിക്കാത്തവർക്ക് ഒരു പ്രശ്നമല്ല, നന്നായി പഠിക്കുന്നവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു ഫോക്കസ് ഉണ്ട്, അവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, നിങ്ങൾ എന്ത്. ഈ ഇടയിൽ കിടക്കുന്ന കുറെ കുട്ടികളുണ്ട്, അതിലും ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇതിലും ഇൻഫ്ലുവൻസ്ഡ് ആവും. അവർക്കാണ് പേടി. ആൻഡ് ആക്ച്വലി നമുക്ക് പേടി, ഇപ്പൊ പിള്ളേര് വരുന്നു, എക്സാം ഫിയർ, നമുക്ക് അതിന് താഴോട്ട് ചോദിച്ചെത്തുമ്പോ എന്തിനാണ് പേടി, പരീക്ഷയാണ് പേടി. പരീക്ഷ എന്തിനാ പേടി, അല്ല പരീക്ഷയല്ലേ. അപ്പൊ ഈ പേടി എന്തിനാണ്, പരീക്ഷ എഴുതാനാണോ പേടി, പരീക്ഷ ഹാളിൽ കയറാനാണോ പേടി, പരീക്ഷ കഴിഞ്ഞിട്ടാണോ പേടി, മാർക്ക് വരുമ്പോഴാണോ പേടി, റിസൾട്ട് വരുമ്പോഴാണോ പേടി? ഇങ്ങനെ ചോദിച്ചു വരുമ്പോ അതൊന്നുമല്ല, അമ്മേനെയാണ് പേടി. എന്ത് പറയും, അച്ഛൻ എന്ത് പറയും? റിസൾട്ട് വന്നാൽ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും ആലോചിച്ചിട്ടാണ് പേടി, മനസ്സിലായി? അല്ലാണ്ട് ടീച്ചർ ഒന്നല്ല, അമ്മ അല്ലെങ്കിൽ അച്ഛൻ. കൂടുതൽ അമ്മമാരുടെ പേരാണ് പറയാറ്. നോക്കൂ, കുട്ടിക്ക് പരീക്ഷയല്ല പേടി, പക്ഷെ പുറത്ത് വരുന്ന എന്താ, പരീക്ഷ പേടി. അപ്പൊ അമ്മ എന്താ പ്രശ്നം, അമ്മ പാവല്ലേ. അമ്മ പറയും ചേച്ചിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ കുട്ടിക്ക്, ചേച്ചിയുടെ കുട്ടിക്ക് ഫുൾ A+ ഉണ്ട്, നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അതുകൊണ്ട് നിനക്ക് A+ വാങ്ങിക്കാൻ. എന്നിട്ട് കുട്ടികൾ പറയും കുന്താണ്, എനിക്കൊന്നും അത്ര പൊട്ടൻഷ്യൽ ഇല്ല ആന്റി, അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയാണ് പറയാ, നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് നീ ഉപയോഗിക്കാത്ത. ഇങ്ങനെ കൊറേ ഫാക്ടേഴ്സ് പറഞ്ഞ് ഈ കുട്ടി വിചാരിക്കാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട്, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ വിചാരിച്ചിട്ട് കുട്ടി പരീക്ഷാ ഹാളിൽ പോയിട്ട്, കുട്ടികൾ ഇങ്ങനെ തന്നെ പറയാം, പരീക്ഷാ ഹാളിൽ പോകുന്നവരെ വലിയ കുഴപ്പമില്ല, ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാ അമ്മ ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. അമ്മ ഇങ്ങനെ വന്നിട്ട് ഫുൾ A+, ചേച്ചി, ചേട്ടൻ, കസിൻ, കുട്ടികൾ പറഞ്ഞ ഭാഷ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയും, ബ്ലാങ്ക് ആയി പോവാ. അതിനൊരു കാരണം ഇത്തരത്തിലുള്ള ഫിയർ ഫാക്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നോണ്ടാണ്. നോക്ക്, ഈ കുട്ടി LKG മുതൽ പരീക്ഷ എഴുതുന്ന കുട്ടിയാന്നേ, 2 മാർക്ക് മുതൽ 10 മാർക്ക് മുതൽ 80 മാർക്ക് വരെ ഡെയിലി പരീക്ഷ എഴുതി, ആയിരക്കണക്കിന് പരീക്ഷ എഴുതുന്ന കുട്ടിയോട് ഈ ബോർഡ് എക്സാം എഴുതുമ്പോ എന്തിനാണ് അതിന് വലിയ തലക്കെട്ടിട്ടിട്ട് വലിയ പേടി കൊടുക്കുന്ന കാര്യം? നോക്കൂ, ഇതൊന്നും പറയാതെ നമ്മൾ 3 നേരം ഭക്ഷണം കൊടുത്ത്, നല്ല സൗകര്യം കൊടുത്ത്, ഇടയ്ക്ക് പാട്ടൊക്കെ കേൾപ്പിച്ച്, ഇടയ്ക്ക് സിനിമയ്ക്കൊക്കെ പോയി, ഇടയ്ക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത്, പാർക്കിൽ പോയി 4 വർത്താനം തമാശയൊക്കെ പറഞ്ഞ് പരീക്ഷ എഴുതി വരുമ്പോ ഈ 80-ല് 60 വാങ്ങിക്കുന്ന കുട്ടി ഡെഫിനറ്റ്ലി 70 വാങ്ങിക്കും. മനസ്സിലായോ? ഇത്രയും പഠിച്ച് ഫുൾ പാക്ക് ചെയ്ത് പോയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ 70 വാങ്ങിക്കുന്ന കുട്ടി 60 വാങ്ങിക്കും. സ്ട്രെസ് ഫാക്ടർ കാരണം ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റില്ല, പേടി കാരണം. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരും, മിസ്സിംഗ് വരും, ക്വസ്റ്റ്യൻ നമ്പർ വിട്ടു പോവും. ഇതൊക്കെ അതിന്റെ കാരണം. ഇത് നീ പോയി എന്താ ചെയ്തിട്ട് വാ, നമുക്ക് ഇവിടെ എന്നിട്ട് വേണം സിനിമ കാണാൻ, എന്നിട്ട് വേണം നമുക്ക് ലുലു മോളിൽ പോവാന്ന് പറഞ്ഞു നോക്കൂ, വേഗം സുഖമായിട്ടൊക്കെ എഴുതി തിരിച്ചു വരുന്ന മക്കളെ കാണാം. പക്ഷെ അങ്ങനെ ഒരു ലൈറ്റർ വേർഷന്റെ എടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, അതിൽ കൂടി പോണ ഒരു പാരന്റ്. ഒന്ന്, ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വിജിത പറഞ്ഞ കറക്റ്റാ ഞാൻ പറയാറുണ്ട്, മോളെ നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ദാറ്റ് ഇസ് വൈ അമ്മ ഈസ് ടെല്ലിങ് യു ടു സ്റ്റേ. ഞാനും പറയാറ്, ഞാനിപ്പോ വിജിത പറയുമ്പോ ഞാൻ ഓർക്ക വീട്ടിൽ പോയി കുട്ടികളുടെ അടുത്ത് ചോദിക്കണം, ആം ഐ ദ റീസൺ ഫോർ യുവർ സ്ട്രെസ്.
അല്ല അങ്ങനെയുണ്ട് ഒരു ഘടകം. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ എങ്ങനെ അറിയാം നിങ്ങളുടെ മോൾക്ക് ഇത്ര പൊട്ടൻഷ്യൽ അല്ല ഉണ്ടെന്ന് മെഷർ ചെയ്തോ? അല്ല അതല്ല അത് ഞാൻ ഒരു മൂവി കണ്ടിട്ടുണ്ട്. താരേ സമീൻ ആ. പറല് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു കീപ് ഓൺ ടെല്ലിങ് യുവർ ചൈൽഡ് യു ആർ മടി, യു നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുമ്പം അത് ആ കുട്ടീന്റെ ബ്രെയിനിൽ കയറിയിട്ട് ആ Yes. കുട്ടി നോട്ട് ഗുഡ് ആ. ഇനഫ് ആവും. അപ്പൊ ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്ന, ഇഫ് ഐ കീപ് ഓൺ ടെല്ലിങ് മൈ ചൈൽഡ് ഗുഡ്, യു ആർ ദ ബെസ്റ്റ്, യു ക്യാൻ ഗെറ്റ് 100 എന്ന് ഞാൻ പറയുമ്പോ അതും ആ ബ്രെയിനിൽ ഇതാണ് കയറിയിട്ട് ടോക്സിക് പോസിറ്റീവ്. കുട്ടികൾക്ക് ചിലത് പറ്റില്ല. നമുക്ക് രണ്ടുപേരും നമ്മളിപ്പോ കണക്കാ. നോക്കൂ ചിലത് കണ്ടോ, ആ കുട്ടികൾക്ക് വേർഡ് എത്ര ഭംഗിയുണ്ടെന്ന് അറിയോ, ടോക്സിക് പോസിറ്റിവിറ്റി. ഞാൻ അതുകൊണ്ടാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോവാത്തെ. യു ക്യാൻ എന്ന് പറയണത് ഇല്ല ഈ ലോകത്ത്. മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അതെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് പറ്റില്ല. ഉം. എന്നെ കാണുമ്പോ ഇന്നലെ ഉം. ഞാൻ തത്തമംഗല സ്കൂളിൽ നിന്ന് ബസ് കയറി വരാൻ നിൽക്കുമ്പോ ഓട്ടോ കിട്ടി. ഉം. അപ്പൊ ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു, ചേച്ചി എവിടേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാലക്കാട്ടേക്കാണ്, തത്തമംഗലം ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടാൽ മതി. അപ്പൊ എന്നോട് ചേച്ചി ഞാൻ പാലക്കാട്ടേക്കാണ്, 100 രൂപ തന്നാ മതി. 100 രൂപയും തരാൻ പറ്റില്ല, എനിക്ക് ബസ് സ്റ്റോപ്പ് എന്നെ ബസ് സ്റ്റോപ്പിൽ ഇട്ടാ. ചേച്ചി 50 രൂപ, അന്ന് 50 രൂപ തരാം. അതായത് തത്തമംഗലത്തേക്ക് 30 രൂപ, 20 രൂപ പാലക്കാട്ടേക്കായിരിക്കും. 50 രൂപ തരാതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ചെക്കൻ പറയാണ്, ചെക്കന് ഞാൻ സ്നേഹത്തോടെ വിളിക്കണതാണ്, ആ പയ്യൻ പറയാണ്, ചേച്ചി ക്ലാസ് ഒക്കെ എടുക്കാൻ പോണ സൈക്കോളജിസ്റ്റ് ആണെന്നല്ലേ. ഞങ്ങൾ വർത്താനൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചൂടെ, നിങ്ങൾക്ക് 2 വീലർ എടുത്തൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്, എനിക്ക് സ്പേഷ്യൽ അവയർനെസ് ഇല്ല, എനിക്ക് വിഷ്വലി അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷൻ ഉണ്ട്. ആഫ്റ്റർ ഓൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറാഷണൽ ആയിട്ടുള്ള ചില തോട്ട്സ് ഉള്ളതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഇല്ല നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നവരല്ലേ, നിങ്ങൾ പേടി മാറ്റുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. പറ്റില്ല. ഞാൻ 3 പ്രാവശ്യം മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയ ആള് തിരിച്ചു വന്നതാ. അപ്പൊ നിങ്ങൾ ഡെയിലി എന്നോട് ഗോപു പറയാണ്, യു ക്യാൻ, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അങ്ങനെ എടുത്ത ഒരാളാണ്. എനിക്ക് മേ ബി നിങ്ങളുടെ ഉള്ളിൽ ആ സ്കിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഫിയർ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് അവയർനെസ് ഉണ്ടാവും. എനിക്കറിയാം എനിക്ക് ലെഫ്റ്റ് റൈറ്റ് അവയർനെസ് ഇല്ല, സ്പേഷ്യൽ അവയർനെസ് ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഈ ടയർ എപ്പോ പൊട്ടിപ്പോകുന്ന ആ പേടിയില്ല, അത് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം എനിക്കുണ്ട്. എനിക്ക് ഈ പേടിയുണ്ട്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വിശ്വാസം ഇല്ലാത്തത് വണ്ടിയിലുള്ള ടയറിനെയാണ്. അത് ഇറാഷണൽ തോട്ടാണ്, അങ്ങനെ ഒരു സാധനം ആവശ്യമില്ല. പക്ഷെ എന്നെ അത് ഭരിക്കുന്നുണ്ട്. പിന്നെ എനിക്കിതൊരു നീഡായിട്ട് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളാ. ഞാൻ എന്റെ ഹസ്ബൻഡ് എത്രയും വൈകിയെങ്കിലും എന്നെ വണ്ടിയിൽ കൊണ്ടുവിടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് KSRTC കയറി അല്ലെങ്കിൽ ബസ് കയറി പോകുന്ന ആളാണ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ അവിടെ യു ക്യാൻ കൊണ്ട് എന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അയാളുടെ തലയുടെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ. നമ്മളിത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി ഉണ്ടാവുകയും എനിക്കിത് ഉണ്ടെന്ന് എന്റെ അമ്മ പറയുന്നു. ബിക്കോസ് ഞാൻ എന്റെ അമ്മയെ അത്ര വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്റെ അമ്മ എന്റെ നല്ലതിനെ പറയുള്ളൂ. എന്നിട്ട് ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ്, ഇനി ഞാൻ ചെയ്യില്ല. എന്തോ മോശമായത് കൊണ്ടാണ്, ഞാൻ ട്രൈ ചെയ്യാത്തോണ്ടാണെന്ന് പറഞ്ഞിട്ട് സെൽഫ് എസ്റ്റീം കുറയും. ശരി, ഇനി ഇത് ഞാൻ എടുത്തു, ഇനി ഞാൻ അത് പറയില്ല. ഇത് വളരെ ട്രൂ ആട്ടോ. എന്താന്നറിയോ, ഇന്നലെ മിനിഞ്ഞാന്ന് കിടക്കുമ്പോ എന്റെ മൂത്ത മോള് വന്ന് കിടക്കുക, മമ്മ ഞാൻ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു പോട്ടെ, ദാറ്റ്സ് ഓക്കെ, യു ജസ്റ്റ് ഗോ റൈറ്റ് യുവർ എക്സാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഭയങ്കര കെട്ടിപ്പിടിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ വന്നപ്പം എനിക്ക് വളരെ കുറവ് മാർക്ക് കിട്ടിയ മമ്മയ്ക്ക് സങ്കടമാവോ അങ്ങനെ എന്താണ്ടാണ് ചോദിച്ചേ. അപ്പൊ ഞാൻ ഓർത്തു, ഓ ഞാൻ സങ്കടമാവില്ല എന്ന് പറഞ്ഞ ഇവളിനി എന്നാ പിന്നെ കുഴപ്പമില്ല, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി എന്നാ പിന്നെ വേണ്ട, ഇനി സങ്കടം ആവുന്ന നമുക്ക് സ്ട്രെസ് പോവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നും മിണ്ടാത്ത ഞാൻ ഉറങ്ങി. അപ്പത്തേക്കിന് ആശാട്ടി പതുക്കെ കൈയൊക്കെ എന്റെ മേളിന്ന് എടുത്ത് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ഞാനിങ്ങനെ നോക്കി, ഞാൻ ചോദിച്ചു, ഡാ എന്താ മിണ്ടാത്തെ? ഒന്നുമില്ല അമ്മ, എനിക്ക് ഉറക്കം വരും, ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ ഓർക്കും, ഞാൻ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യണ്ടേ? കുഴപ്പമില്ല, കുഴപ്പം. അതെ, ഇതില് ഇനിയൊരു കാര്യം കൂടി പറയാം. ഇത് എക്സ്ട്രീം ആണ്. അപ്പൊ മാർക്ക് വാങ്ങിയിട്ട് വന്നു, കുറവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയും സാരില്ലടാ പോട്ടെ അടുത്ത തവണ, അത് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോഴും അതിൽ കുട്ടിക്ക് ആദ്യം സാരം ഉണ്ടോ ഇല്ലയോ നമ്മൾ അന്വേഷിച്ചിട്ടേ അത് പറയാൻ പാടുള്ളൂ. ക്ലിയർ? ഇപ്പൊ 40-ല് 8 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് വാങ്ങിക്കുമ്പോ കുട്ടി സാരല്ലടാ എനിക്കത് കുഴപ്പമൊന്നുമില്ല, ഇത്രയ്ക്കും കിട്ടിയില്ലേ, ഇനി അടുത്ത പ്രാവശ്യം അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ആയതല്ലേ
എന്ന് പറയുമ്പോൾ നമ്മൾ അത് സൈഡ് ലൈൻ ചെയ്യാണ്. മനസ്സിലായോ? വിഷമമുണ്ടോ എന്ന് കുട്ടിയുടെ സ്റ്റാൻഡ് നോക്കിയിട്ട് വേണം നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ. ഓക്കെ, ദിസ് ഈസ് യുവർ മാർക്ക്. മോൾക്ക് വിഷമായോ, അതോ ഇറിറ്റേഷൻ ആണോ, അതോ പേടിയാണോ, എന്ത് പറ്റി? ഇല്ല സാരില്ല, കുഴപ്പമില്ല, ഇതൊക്കെ എന്ത് അത്ര ഉള്ള ഡൗട്ടാ, കഴിഞ്ഞ്. പകരം അല്ലമ്മ എനിക്ക് വിഷമായമ്മ, എനിക്ക് പറ്റണില്ല, എനിക്ക് ആകെ പ്രശ്നം, സാരില്ല ഇത്രയല്ലേ ഉള്ളൂ, ഇത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ചെറുതാക്കാനും പാടില്ല. മനസ്സിലായില്ലേ? ഈ രണ്ട് എക്സ്ട്രീമും ഉണ്ട്. അപ്പൊ മോൾ ഇങ്ങനെ പറയുമ്പോ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഓപ്പൺ അപ്പ് ചെയ്യാ വേണ്ടത്. ഇങ്ങനെ പഠിക്കാത്തത് കൊണ്ട്, പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് മോൾക്ക് വിഷമമുണ്ടോ, ആ രീതിയിൽ ഡിസ്കഷന് പോകുമ്പോ അത് മതി. ജസ്റ്റ് വാണ്ട് ടു എന്താ പറയാ, നമ്മളോടൊന്ന് പറയണം. ക്ലിയർ? അല്ലാണ്ട് ഇതിൽ കൂടുതൽ കുറവ് ഒന്നും ഇല്ല. ഇന്നാള് ഇപ്പൊ എന്റെ മോൾ ഇത് കേട്ടാൽ ചിലപ്പോ എന്നെ ചീത്ത പറയും, എന്നാലും എനിക്ക് കുഴപ്പമില്ല. +1 പഠിക്കുന്നത്. +1 പൊതുവെ ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ അവള് സ്റ്റേറ്റ് സിലബസിലാണ്. വലിയൊരു ഷിഫ്റ്റ് ആണ് +1 മൊത്തമായിട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഫിസിക്സാ. അവൾ പഠിക്കാൻ ഇനി ആഗ്രഹിക്കുന്നത് നിഫ്റ്റും യൂസീഡും ഒക്കെ എഴുതിയിട്ട് അങ്ങനെ പോകാനാണ്. അപ്പൊ ഫിസിക്സ് ഇഷ്ടമുള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ഫിസിക്സിൽ തോറ്റു. ഫസ്റ്റ് ടൈം അവൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് തോക്കുക. എന്റെ വീട്ടിലെ കുറച്ച് പഠിപ്പി അവളാണുള്ളത്, കുറച്ച് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ. ഫിസിക്സിൽ തോറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, പരീക്ഷ കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഞാൻ ഫിസിക്സിൽ തോൽക്കും. ഇനി പഠിപ്പിസ്റ്റുകൾ എപ്പോഴും പറയാം തോൽക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ അത് അങ്ങനെ എടുത്തുള്ളൂ. പക്ഷെ പേപ്പർ കിട്ടിയപ്പോ തോറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് തോൽക്കാൻ കാരണം. അപ്പൊ ഫിസിക്സ് ഇഷ്ടമുള്ളത് കൊണ്ടും, സാധാരണ എന്നും പഠിക്കുന്ന കുട്ടികളല്ല എന്റെ 2 മക്കളും പരീക്ഷന്റെ ആ ഒരു സമയത്തേ പഠിക്കുള്ളൂ. ആ ശനി ഞായർ എന്തോ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളതുകൊണ്ട് 4 ലെസൺ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ലെസൺ പഠിക്കാൻ ഒരു ദിവസം സമയം എടുത്തു. ബിക്കോസ് ഇഷ്ടമല്ലേ. ഗൂഗിൾ ചെയ്ത് യൂട്യൂബിലെ ചേട്ടന്മാരുടെ വീഡിയോ ഒക്കെ കണ്ട് തുള്ളിച്ചാടി പഠിച്ച് വരുമ്പോഴേക്കും ഒരു ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം അപ്പൊ 2ാമത്തെ ചാപ്റ്റർ പഠിച്ച് തീർക്കുമ്പോഴേക്കും രാത്രിയായി. 3ഉം 4ഉം പഠിക്കാൻ സമയമില്ല. നമ്മൾ വിചാരിച്ചു ആദ്യത്തേന്നായിരിക്കും വരിക, 2ാമത്തേന്ന് വരില്ലായിരിക്കും. അവിടെ പോയപ്പോ വന്നത് നേരെ തിരിച്ചാ, ഒന്നും എഴുതാൻ പറ്റിയില്ല. അപ്പൊ ആ 7.5 മാർക്കേ കിട്ടിയുള്ളൂ. എത്ര 20-ലോ 40-ലോ മറ്റേ. അപ്പൊ അതൊരു ലേണിംഗ് ആണ് ശരിക്കും. അപ്പൊ അത് വിഷമായി. അപ്പൊ അവൾ തന്നെ പറഞ്ഞു എന്റെ കുഴപ്പം കൊണ്ടാണമ്മ, ഞാൻ സാരില്ല വിഷമാണെങ്കിലും ടീച്ചർ ഒന്നും പറഞ്ഞില്ല എന്നെ. ബിക്കോസ് സ്വഭാവവശം കുഴപ്പമില്ലാത്തതുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ആദ്യമായിട്ട് +1 ഇങ്ങനത്തെ പരീക്ഷകൾ എഴുതുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ക്ലാസ് ടീച്ചറാട്ടോ. അപ്പൊ ടീച്ചറും അതാണ് പറഞ്ഞത്, എന്റെ മക്കള് നല്ലതാണ്, എന്റെ കുട്ടികൾ തോറ്റാല് കുഴപ്പമില്ല, ഇപ്പോ നിങ്ങൾ അങ്ങനെ തന്നെയാണ് PTA മീറ്റിംഗിന് ടീച്ചർ പറഞ്ഞത്. അപ്പൊ ആൾക്കൊരു ലേണിംഗ് എന്താ വെച്ചാല്, പഠിക്കുമ്പോൾ ടൈം ടേബിൾ എങ്ങനെ ഇടണം, ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടി നമ്മൾ ടൈം സെറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നൊരു ലേണിംഗ് ആണ് തോറ്റപ്പോ കിട്ടിയത്. ആ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റിയ നല്ലതല്ലേ. അതെ, എപ്പോഴും ഒരു ഫെയിലിയറിൽ നിന്ന് നമ്മൾ കുറെ ഓപ്പർച്യൂണിറ്റീസും വരും. ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് എനിത്തിങ്. തോൽക്കാൻ പാരന്റ്സ് വിടണ്ടേ, എസ്പെഷ്യലി ഇൻ ദ എക്സാംസ്. നിങ്ങൾ ചോദിച്ചോ 2 പേരോടും, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എന്റെ കുട്ടി തോറ്റിട്ട് വാന്ന് പറഞ്ഞു. കേട്ടോ, അതൊക്കെ ഉണ്ട്. ക്ലാസ് ടെസ്റ്റിനൊക്കെ തോറ്റിട്ട് ക്ലാസ് ടെസ്റ്റ് അല്ലല്ലോ നമ്മളാണ്. എന്നാലും അത് നല്ലതാണ്. ഒരു ഓണപരീക്ഷ, ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് തോറ്റിട്ടൊന്നും നമുക്ക് സഹിക്കില്ല. ബിക്കോസ് അത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും, ക്ലാസ് ടെസ്റ്റ് മെൻഷൻ ചെയ്യില്ല. അടയാളപ്പെടുത്തുന്നിടത്ത് കുട്ടി തോൽക്കുന്നത് ഇഷ്ടമല്ല പാരന്റ്സിന്. അപ്പൊ കുട്ടി എങ്ങനെയാണ് ലൈഫിൽ തോൽവികൾ ആക്സെപ്റ്റ് ചെയ്യുക? ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ടെസ്റ്റ് അല്ല, അവിടെയാണ് പ്രശ്നം. തോൽവികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പാരന്റ്സ് തയ്യാറായാലേ കുട്ടികളും തോൽവി ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നനച്ചിരിക്കാതെ വരുന്ന പല തോൽവികളും ഉണ്ടാവും. പരീക്ഷകൾ മാത്രമല്ലല്ലോ. അതെ. കുട്ടികൾക്കൊരു ഈ പ്രായത്തിലൊരു പ്രണയം, ഒരു ക്രഷ്, അവിടെ നോ പറയുമ്പോ കേൾക്കാൻ പറ്റില്ല. ഇന്നാളെ ഞാൻ ഈ മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ്സിൽ പ്രണയം ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ ഈ പ്രണയത്തിന്റെ ടോക്സിക് റിലേഷൻഷിപ്പ്, ലവും ലെസ്റ്റും ഒക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്ന് ഓട്ടോ കയറാൻ വരുമ്പോ 4 പയ്യന്മാര് ഓടി വന്നിട്ട്, അതെ നമുക്ക് വൺ സൈഡ് ലവിനെ പറ്റി ഒന്നും മാഡം ക്ലാസ് എടുത്തില്ലല്ലോ. വൺ സൈഡ് ലവ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ പോയി യെസ് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയുന്നു, കുട്ടി നോ പറയുന്നു, നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. പ്രണയം പറയാൻ പോകുമ്പോ 2 ഉത്തരേ ഉള്ളൂ, യെസ് ഓർ നോ. നമ്മൾ റെഡി ആയിരിക്കണം 2 ആക്സെപ്റ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ പ്രണയം പറയാൻ നമുക്ക് അവകാശമുള്ളൂ. യെസ് മാത്രം ഇത് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാ പറയാത്ത? അല്ല, എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടല്ല, പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമാണ്. അത് വൺ സൈഡ് ആണല്ലോ. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്ന് ആ കുട്ടിയുടെ ഡിസിഷനാണ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അവിടെ ആ തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ കുട്ടിക്ക് പറ്റണം. അപ്പൊ അവിടെ ഹോപ്പ് കൊടുക്കണ്ട.
അല്ല വോട്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ നിന്നിഷ്ടായാലും ആരാണ് നമ്മൾ അല്ല വർക്കായില്ലെങ്കിലും നമ്മൾ ആരാണ് മനുഷ്യന്മാർക്ക് ഹോപ്പ് കൊടുക്കാൻ? അപ്പൊ ഹോപ്പ് കൊടുക്കണ്ട. നമ്മൾ ഹോപ്പ് കൊടുത്തിട്ട് അത് നടക്കും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തിനാണ് ഫാൾസ് ഹോപ്പ് കൊടുക്കുന്നത്? അപ്പം ചിന്തിക്കാൻ ഇടം ആ. കൊടുക്കാം, പക്ഷെ നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കരുത്. നമ്മൾ പ്രതീക്ഷ കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ നമുക്ക് തന്നെയോ കീപ് ദ ഹോപ്പ് അലൈവ്, അങ്ങനെ ഹോപ്പ് സംതിങ് നൈസ്, ഇങ്ങനെ കേൾക്കാനൊക്കെ നല്ല കേൾക്കാനൊക്കെ നല്ല രസമാണ്. നോക്കൂ, ഞാൻ അല്ല റിയലിസ്റ്റിക് ആയിട്ട് വിജിത കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്, കാരണം അതെ. പോസിറ്റീവ് കോട്ട്സ് ഒക്കെ വായിക്കുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി. ആക്ച്വലി ഞാൻ ഒരു സെന്റൻസ് മതി ഇന്നൊന്ന് ഹാപ്പി ആക്കാൻ. ഓ കീപ് ദ ഹാപ്പി അല്ല, എക്സൈറ്റ്മെന്റ് ആക്കാൻ. ഹാപ്പിനെസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഉള്ള കാര്യമാണ്. കറക്റ്റ്, അതായിരിക്കും എക്സൈറ്റഡ് ആക്കാൻ. അതെ. ബിരിയാണി കഴിക്കുമ്പോ എക്സൈറ്റ്മെന്റ് ആണ്, വാവ് ഫീലിംഗ് ആണ്. അത് അങ്ങനെയല്ല, ബിരിയാണി വിശന്നു പോയി, നമ്മളോട് അപ് ടൗണിൽ പോയി ബിരിയാണി കഴിക്കാൻ ഓർഡർ ചെയ്തോണ്ടിരുന്നു. ബിരിയാണി വരുന്നവരെയും ബിരിയാണി 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 എന്നാണ് അല്ലെ. ബിരിയാണി വന്ന ഒരൊറ്റ വായ കഴിച്ചോണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് തീർന്നു. പിന്നെ അപ്പുറത്തെ ടേബിൾ ഇപ്പുറത്തെ ടേബിളിൽ ചിലവരൊക്കെ ഇവിടെ പുക പോകുന്ന പോലത്തെ സാധനം വരുമ്പോ നമ്മൾ അത് നോക്കും. ബിരിയാണി ദാറ്റ് ഈസ് എക്സൈറ്റ്മെന്റ്. അതൊരു ഡോപ്പമിൻ ലെവൽ കൂട്ടുന്നുണ്ട്. ഇത് ലഹരിയാണ്, അത് ഹാപ്പിനെസ് അല്ല. അല്ല, മനസ്സിലായ? പക്ഷെ അത് ചേർത്ത് പിടിക്കൽ, ആ ഒരു ഉമ്മ വെക്കൽ, ആ ഒരു പ്രണയം, അതാണ് ഹാപ്പിനെസ്. ഈ കോട്സ് വായിക്കുന്നത് ഒരു ഡോപ്പമിൻ കൂട്ടും. പിന്നെയും വട വന്ന മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ജോലി കാര്യം പ്രശ്നം വരുമ്പോ ഇതിങ്ങ് പോവും. ക്ലിയർ? ആ രണ്ട് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ചിലവര് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്കിനും അയ്യോ നമുക്ക് അത് ഓർഡർ ചെയ്യാം, ഇത് ഓർഡർ ചെയ്യാം, അത് ഓർഡർ ചെയ്യാം, ഇതെല്ലാം ഓർഡർ ചെയ്യും. ഫുഡ് വന്ന് ഒരു വാ കഴിക്കുമ്പോഴത്തേക്കിന് വയറ് ഫുള്ളായി. ഞാൻ ചോദിച്ചു ഇത് എന്തുവാ ഇത്? എന്നിട്ട് അവസാനം എന്താന്ന് പറയാ, ഈ ഓർഡർ ചെയ്തതിന്റെ അടുത്തിരിക്കുന്ന ആള് ഇപ്പൊ എന്താന്നറിയോ, ഞങ്ങൾ എല്ലാരും കൂടെ പോയ ഗോപികയുടെ അടുത്ത് ആരും ഇരിക്കില്ല. എന്താന്നറിയോ, ആ പകുതി സാധനം കൂടെ നമ്മുടെ പ്ലേറ്റിലോട്ട് വരും. ഷെയറിങ് ഇസ് കെയറിങ്. അല്ല എപ്പോഴും എല്ലാം ഷെയർ പറ്റില്ലല്ലോ. അപ്പൊ ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. ഈ ഹോപ്പ് എന്ന് പറയുന്നത് വേണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ വെറും BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞ് കല്യാണം എന്ന് പറയുന്നത് ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴാണ് എന്റെ അനിയത്തി എന്താണ് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു, അല്ല +2 പഠിക്കുകയായിരുന്നു തോന്നുന്നു. അവള് അസുഖമായി, എന്റെ അച്ഛൻ ഗൾഫിലാണ്, അച്ഛൻ വരേണ്ടി വന്നു. അപ്പോ ആരുമില്ല വീട്ടില് കെയർ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് കല്യാണം. അതോടുകൂടി കഴിഞ്ഞു. അതായത് ഇനി വേണമെങ്കിൽ PG ചെയ്യും, നിർബന്ധമായിട്ടും PG ചെയ്യണം എന്നുള്ളതാണ്. PG ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാം, ആ ഒറ്റ ഹോപ്പേ ഉള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞ് മൂപ്പരുടെ കൂടെ കൂടിയപ്പോ മൂപ്പരാണെങ്കിൽ ഈ ഭയങ്കര സോഷ്യൽ സർവീസിന്റെ ആശാനാണ്. അപ്പൊ ആ സോഷ്യൽ സർവീസിന്റെ മേഖലയിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് ഓക്കെ ഇതിലെനിക്ക് എന്തോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ, ആ ഒരു ഷോർട്ട് ടേം. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈക്കോളജി പഠിക്കണം എന്നുള്ളത് വന്നത്. അത് വലിയൊരു കഥയാണ്. ഞാൻ ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നത് എന്റെ ലൈഫ് ചേഞ്ച് ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ കെട്ടിടം ഞങ്ങൾ താമസിക്കുന്ന വീടായിരുന്നു. അപ്പൊ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഈ ഇവിടെയുള്ള ഒരു ചെറിയ കൊച്ചു ഓടിട്ട വീട്ടിലേക്കാണ്. ഞാൻ താമസിക്കുന്നത് അത്യാവശ്യം വലിയൊരു RC വീടായിരുന്നു. ഇവിടെ ഞാൻ കമ്പാരിസൺ പറയല്ല, പക്ഷെ എന്റെ അച്ഛൻ ആകെ നോക്കിയത് മനുഷ്യനെ മാത്രമാണ്. വീടോ ജോലി സ്വത്തൊന്നും, ഈവൻ ജോലി പോലും നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ബിസിനസ് ഓക്കെ എന്തോ എന്റെ മോളെ നോക്കുന്നുള്ള ഒറ്റ പ്രതീക്ഷ. ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 ഏട്ടന്മാര്, 4 ഏടത്തിയമ്മമാര്, 8 പേരക്കുട്ടികളുള്ള ഒരു സ്ഥലം, അപ്പുറം ഇപ്പുറമൊക്കെ വീടാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആദ്യം എന്റെ അമ്മായിയമ്മയുടെ കല്യാണത്തിന് മുന്നത്തെ ദിവസം പറയാണ് എല്ലാവരും നേരത്തെ, എന്റെ ഭാര്യയ്ക്ക് പച്ചവെള്ളം തിളപ്പിക്കാൻ പോലും അറിയില്ല. ദിസ് ഇസ് ദ ഡയലോഗ്. അപ്പൊ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നല്ലൊരു അമ്മായിയമ്മയെ കണ്ടിട്ടില്ല. അവള് വന്നോട്ടെ, പേര് പോലും ഞങ്ങളെ വിളിക്കാത്തതാണ്. ഞങ്ങൾ 5 മരുമക്കൾ, അത്രയും നല്ലൊരു വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. അവസാനം കല്യാണം കഴിഞ്ഞു, കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും വേറെ വേറെ ആവുമല്ലോ. എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് വഴിയിൽ കിടക്കുന്ന രോഗികളെ അല്ലെങ്കിൽ ഈ ഭിക്ഷക്കാര് മുറിവും ഇതൊക്കെ കിടക്കുന്നവരെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവരും, അവരെ കുളിപ്പിക്കും, അവരെ മുടി വെട്ടിക്കും, ഒക്കെ വൃത്തിയാക്കും. അവർക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ചിറകുകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ വോളണ്ടിയേഴ്സ് ആരെങ്കിലും വരും, അവരെ ഇവിടെ താമസിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. ഇതാണ് ഞാൻ കല്യാണം കഴിഞ്ഞെന്നു മുതൽ കാണുന്നത്. നമ്മൾ ആകെ സോഷ്യൽ സർവീസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഗൈഡ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സ്കൂളിൽ. ചിറ്റൂർ താലൂക്ക് ആശുപത്രി വൃത്തിയാക്കുന്നതിനപ്പുറം നമുക്ക് ഒരു സോഷ്യൽ സർവീസും ഇല്ല. ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പതിയെ ഞങ്ങൾ അന്തേവാസികളെ ഞങ്ങൾ താമസിപ്പിക്കാൻ തുടങ്ങി. വീട് ചന്ദ്രനഗർ വാടകയ്ക്ക് എടുത്തിട്ട് ശാന്തി കോളനിയിൽ അവിടെ അന്തേവാസികളെ താമസിച്ചപ്പോ സ്ഥലം പോരാനായി. അല്ല, അതിന് മുന്നേ നമ്മൾ ഇവിടെ ഐസൊലേഷൻ വാർഡ് കൊണ്ടാക്കും. ഐസൊലേഷൻ വാർഡില്
പേഷ്യന്റ് എടുക്കാൻ സ്ഥലമില്ലാതായപ്പോഴാണ് നമ്മളൊരു ഷെൽട്ടർ ഹോം തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റാഫിനെ വെച്ചു തുടങ്ങി. അപ്പൊ ഞാൻ സെക്കൻഡ് മോള് ഗർഭിണിയായി. അവിടെ എന്തോ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വാടകയ്ക്ക് തന്നെ ഒരു കെട്ടിടത്തിലേക്ക് പോയി. വലിയൊരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് അവർ അങ്ങോട്ട് പോയി. ഞാൻ പ്രസവിക്കാൻ വേണ്ടി വീട്ടിൽ പോയെങ്കിലും ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മോളും എൻ്റെ ഹസ്ബൻഡും ആ അന്തേവാസികളുടെ കൂടെയായിരുന്നു. അന്തേവാസികൾ എന്ന് പറയുമ്പോൾ മക്കളില്ലാത്തവരെ മാത്രമേ മൂപ്പര് നോക്കുള്ളൂ. വഴി കിടക്കുന്നവര് അല്ലെങ്കിൽ മക്കൾ മരിച്ചു പോയവരോ മക്കളില്ലാത്ത ആൾക്കാരെ. അങ്ങനെ ഞാൻ പ്രസവം കഴിഞ്ഞ് സിസേറിയൻ ആയിരുന്നു. 28ാമത്തെ ദിവസം എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത് ആ ആശ്രമത്തിലേക്കാണ്. ക്ലിയർ. അപ്പൊ നമ്മൾ ആ ഒരു 25 വയസ്സ് 26 വയസ്സിലൊരു പൊട്ടത്തരം അല്ലെങ്കിൽ പൊട്ടിത്തെറിയുള്ള ഒരു പ്രായമാണ്. നമ്മൾ അവിടെ വരുന്നു. അപ്പോഴും എൻ്റെ മോളും ഹസ്ബൻഡും അവിടെ സർവീസ് ചെയ്യുന്നു. കുക്കിങ്ങിന് ആളുണ്ട്. ബാക്കിയുള്ളതിനൊന്നും ആളെ കിട്ടില്ല. അപ്പോൾ മൂപ്പർ തന്നെയാണ് മുറിവ് വെച്ച് കെട്ടുന്നതും ഉണക്കുന്നതും കുളിപ്പിക്കുന്നതും. ബാക്കി ആരോഗ്യമുള്ളവരൊക്കെ അവരവരുടെ കാര്യം ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സിസേറിയൻ കഴിഞ്ഞ് 28ന്റെ അന്ന് അവിടെ വരുമ്പോൾ ഈ അന്തേവാസികളെയും കൂടെ നമ്മൾ നോക്കണം. പക്ഷെ ഒരു 3 മാസം എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് പ്രസവ ചികിത്സയൊക്കെ തന്നിരുന്നു. ഒരു സ്റ്റാഫിനെ വെച്ചിരുന്നു കുഞ്ഞിനെ നോക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ നമ്മൾ ഇതിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താ സംഭവിച്ചാല് ഈ അന്തേവാസികൾ എല്ലാവരും മെന്റലി ഓക്കെ ആവണം എന്നില്ലല്ലോ. ചില ആളുകൾ പറയാൻ തുടങ്ങി ഇവരൊന്നും ഞങ്ങളെ നോക്കുന്നില്ല. ഗസ്റ്റ് വരുമ്പോഴൊക്കെ കുട്ടി നോക്കുന്നില്ല അല്ലെങ്കിൽ ഇവര് നോക്കുന്നില്ല എന്നുവെച്ചാൽ അവരുടെ ഒരു സൈക്കാട്രിക് കണ്ടീഷൻ അവർ പറയുന്നതാണ്. മൂപ്പർക്ക് അത് അതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. വരുന്നവർക്കും അത് അതുപോലെ മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിനെ കുറിച്ച് വേറെ ഒന്നും ഇല്ല. മൂപ്പരോട് എന്തും അങ്ങനെയാണ്. പിന്നെ എന്നെ കുറിച്ച് വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാം. ഞാനിങ്ങനെ വർത്താനൊക്കെ പറയുന്നതുകൊണ്ട്, ഞാൻ ഉള്ളതുപോലെ പറയുന്ന ആളായതുകൊണ്ട്. അവസാനം എനിക്കിത് ഡിപ്രഷനായി. ബിക്കോസ് ഞാൻ ഇത്രയും എൻ്റെ ഈ കുഞ്ഞു മക്കളെയും വെച്ച് ഞാൻ ഇവിടെ സർവീസ് ചെയ്യുന്നു. എനിക്കൊരു വീടുണ്ട്, ഞങ്ങൾക്ക് 2 വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ജോലിയുണ്ട്. ഹസ്ബൻഡിന്, എനിക്ക് ജോലിയില്ല. അപ്പൊ എനിക്ക് ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെ ഞാൻ സിവിയർ ഡിപ്രഷൻ പേഷ്യന്റ് ആയി. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയാ അവിടെ വരുന്ന മെഡിക്കൽ ക്യാമ്പിന് വരുന്ന ശിവനാനപ്പിള്ള ഡോക്ടറുണ്ട്. ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, സാറേ ഇത് ശരിയാവില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ സാർക്ക് മനസ്സിലായി ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. അങ്ങനെ എനിക്ക് മരുന്ന് തന്നു. അത് കഴിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അല്ല ഹസ്ബൻഡ് ആദ്യം പറഞ്ഞു, മനുഷ്യരുമായിട്ടാണ് ഇടപഴകുന്നത്, മനുഷ്യ മനസ്സുകളുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത്. പലതരത്തിലുള്ള ആളുകൾ ഇവിടെ വന്നു പോകും. സോ അവരെ ഡീൽ ചെയ്യണമെങ്കിൽ നിന്റെ പഠനം ഇത് പോരാ, നീ മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായി. അങ്ങനെ ഒരു സുഹൃത്ത് വഴി ഇവിടെ ഞങ്ങൾ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് ഞാൻ ജോയിൻ ചെയ്യാൻ. അവിടെ നിന്നാണ് ടേണിംഗ് പോയിന്റ്. അതുവരെ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന വിഷയമേ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. അത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയത് എങ്ങനെ അറിയോ? +2 കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച്, വേറെ വിജയമാതി പഠിച്ച ഫ്രണ്ട് ഉമ, അവൾ വിളിച്ചാണ്, എടി ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോ, നീ വരുന്നുണ്ടോ? അങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് പോയത്. ഏത് കോഴ്സ് എന്തെന്നൊന്നും അറിയില്ല. അച്ഛനെ അവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛൻ ഇത്ര ലക്ഷം രൂപ പൈസ ചെലവുണ്ട്, അച്ഛൻ വേഗം വരണം, എനിക്ക് അഡ്മിഷൻ എടുക്കണം. അച്ഛൻ കേട്ട പാതി കേൾക്കാതെ പാതി വന്ന് എന്നെ അവിടെ CMS കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു. അവള് പോയി ചേർന്ന് BBM-ന്, ഞാൻ ചേർന്നത് കമ്പ്യൂട്ടർ സയൻസിന്. ആകെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോയത്. ഇതും ഇങ്ങനെ തന്നെയാണ് ഒരു ചേഞ്ച്. അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ PG ചെയ്യാം. PG ചെയ്തിട്ടില്ല. അങ്ങനെയാണ് MSc സൈക്കോളജി ചെയ്തത്. അപ്പോൾ കുറേ ഫ്രണ്ട്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ തങ്കം ഹോസ്പിറ്റലിൽ ഞാൻ ജോലി എടുക്കാൻ പോയി. അവിടെയാണ് ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കാൻ പോയത്. അവിടെ നിന്ന് എന്തോ നമ്മുടെ ഒരു സ്കില്ല് കണ്ടിട്ടായിരിക്കണം. അവിടെ ജയറാം ഡോക്ടറാണ് എൻ്റെ ഗുരു എന്ന് പറയാം, ആ കാര്യത്തിൽ എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് തങ്കം ഹോസ്പിറ്റലാണ്. അതെനിക്ക് പറയാതിരിക്കാനേ പറ്റില്ല. ബിക്കോസ് കുറേ കാലം എനിക്ക് അവിടെ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. നന്നായിട്ട് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് ഈ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ എന്തിനായിരുന്നു പറഞ്ഞു വന്നത്? ഞാൻ എന്തിനായിരുന്നു പറഞ്ഞത്? കഥ കേട്ടോണ്ട് കൂടെ വന്നത്. അപ്പോ ആക്ച്വലി നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴും ഇന്നും എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒറ്റ പോളിസിയേ ഉള്ളൂ, ആക്സെപ്റ്റ് ദ പീപ്പിൾ ആസ് ദേ ആർ, ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ദേ ആർ. അത് പുറത്തൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു എനിക്ക്, പക്ഷെ ഞാൻ പെട്ടെന്ന് കരയൂ കേട്ടോ. അപ്പൊ എന്റെ എന്തെങ്കിലും ഞാൻ ചെയ്യാത്ത കാര്യം എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് ദേഷ്യമല്ല വരിക, ഞാൻ ഇരുന്ന് കരയും. ഞാൻ തങ്കത്തിലൊക്കെ ഇരുന്ന് കുറെ കരയും. അങ്ങനെയല്ല മാഡം, ഇങ്ങനെ കരച്ചിലാണ് ആദ്യം വരിക, എന്നിട്ടാണ് പറയാ. അതൊരു വീക്ക്നെസ് ആണെങ്കിൽ കൂടി ഞാൻ അതാണ്. പക്ഷെ കുറെയൊക്കെ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. വീട്ടില് ഒരു പക്ഷെ നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പറ്റിയെന്ന് വരില്ല, ഞാനാണ് സിറ്റുവേഷൻ മോശമാക്കുന്നത്, അതെനിക്ക് മനസ്സിലാവും.
പക്ഷെ തലയിലേക്ക് എടുത്ത് വെക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇത് പഠിച്ചതുകൊണ്ട്, എസ്പെഷ്യലി പാരന്റിങ്ങില് വലിയ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മളും വായിക്കും. എനിക്ക് കേട്ടോ, ഞാൻ ഈ കുറെ വായിക്കുമ്പോഴാണ് പേരന്റിങ്ങില് എന്റെ ഒരു സ്റ്റൈൽ ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കിയതും. കഷ്ടമാണ്, മാറ്റാൻ കഷ്ടമാണ്. പെട്ടെന്ന് ഓവർനൈറ്റ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും മാറത്തൊന്നുമില്ല. പതുക്കെ പതുക്കെ പതുക്കെ. പിന്നെ അതിൻ്റെ ഹസ്ബൻഡിനും ഒരു വലിയ റോളുണ്ട് കേട്ടോ. പുള്ളിക്കാരനും കുറെ വായിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് പറയും, നോ ദിസ് വേ യു ആർ ഡൂയിങ്. പക്ഷെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല ആദ്യം. എന്താന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും വി ആർ റൈറ്റ് എന്നുള്ള ഒരു ഇതാണല്ലോ. അപ്പം പിന്നെ കുട്ടികൾ എവിടുന്നാ വന്നേ, നമ്മളിൽ നിന്നാ വന്നേ, നമ്മക്കാണ് അറിയുന്നേ എന്നുള്ളൊരു തോന്നലിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഇസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ഇതുപോലെ ക്രൈയിങ്ങിനെ പറ്റി പറഞ്ഞു, നമ്മൾ അതൊരു വീക്ക്നെസ്. ആക്ച്വലി ക്രൈയിങ് ഒരു വീക്ക്നെസ് അല്ല. ആണോ? അല്ല. ധൈര്യം ഉണ്ടെങ്കിലേ കരയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വീക്ക്നെസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഫേം ആയി പറയേണ്ടടുത്ത്, ഫോർ നമ്മുടെ സുപ്പീരിയേഴ്സ് ആണെങ്കിലും നമ്മുടെ വേറെ ആരെങ്കിലും പറയുന്ന സമയത്ത് ആ കരച്ചിലൊരു നമ്മളെ ഒന്ന് ഡിഗ്രേഡ് ചെയ്യാൻ ചിലപ്പോ പറ്റും. വിഷമം വരുമ്പോ കരയണം. പക്ഷെ നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോ കരയുന്ന ആളുകളുണ്ട്. അതിൽ പെട്ട ആളാ ഞാൻ. അപ്പൊ എന്താ വെച്ചാൽ അത് അതേ സെൻസിൽ എടുക്കണമെന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. അതിന്റെ ഗൗരവം പോയി പോകും. ഇത് ഇപ്പൊ നോക്കിയാല് കരഞ്ഞിട്ട് കാര്യം പറയുന്നു എന്ന രീതിയിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് എന്ന് അറിയുന്നവർക്ക് ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോ ഇപ്പൊ എനിക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ഡോക്ടർ ജയരാമനാണ്. ആസ് എ ലീഡർ, ഹൗ ടു നമ്മൾ ഫോളോവേഴ്സിനെ ലീഡർ ആക്കില്ലേ, അതിലേറ്റവും എന്റെ ജീവിതത്തിലെ എന്റെ അനുഭവം എന്ന് പറയുന്നത് ജയരാമൻ ഡോക്ടർ ഞാനും സാറാണ് തങ്കം ഹോസ്പിറ്റലിൽ തങ്കം സെന്റർ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയത്. അപ്പൊ ക്ലാസ്സസ് എടുക്കാൻ പോകും. എനിക്കാണെങ്കിൽ സത്യം പറ ഇത്രയും മൈക്കെടുത്ത് സംസാരിക്കുന്ന ഒരാള് ഇപ്പോ ഞാൻ ഡിഗ്രി വരെ മൈക്കില് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആരും വിശ്വസിക്കില്ല. ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ബേസിക് കൗൺസിലിംഗ് കോഴ്സിന് പഠിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞിട്ടാണ് മൈക്ക് തൊടുന്നത്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ സ്കൗട്ട്സിലും ഗൈഡ്സിലും ഉള്ളതുകൊണ്ട് അനൗൺസ് മറ്റേ മാർച്ച് പാസ്റ്റും കാര്യങ്ങളും അതൊക്കെ ചെയ്യുമെങ്കിൽ. അപ്പൊ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എന്നോട് പറയും, ഞാൻ സാറേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, വെറുതെ വർത്താനം എത്ര വേണമെങ്കിൽ പറയാം, മൈക്കെടുത്ത് പറയുന്നത് എനിക്ക് അത്ര ഞാൻ സ്കിൽഡ് അല്ല. എനിക്ക് എന്റെ കഴിവിനെ കുറിച്ച് വിശ്വാസക്കുറവുകളുണ്ട്. വർത്താനം പറയുമെങ്കിലും എന്റെ സ്കില്ല് എനിക്ക് ഞാൻ അങ്ങനെ എന്താ പറയാ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സ്കൂൾ ലൈഫാണ്. അതെനിക്ക് മനസ്സിലായത് എപ്പോഴറിയോ? മനസ്സിലായത് സൈക്കോളജി പഠിച്ചപ്പോഴാ. പലപ്പോഴും എന്നോട് പറയും നീ ചെയ്യുന്ന വേണ്ട. ആൻഡ് ദ ഫസ്റ്റ് ആൻസർ എന്തായിരിക്കും ആരെങ്കിലും നീ പറ എനിക്കറിയില്ല. എനിക്കറിയില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്ന ഉത്തരം. ബിക്കോസ് എന്റെ ചെറുപ്പത്തില് നിനക്കൊന്നും അറിയില്ല, നീ മണ്ടിയാണ് എന്ന് കേട്ട് വളർന്ന ആളാ ഞാൻ. അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയും, അയ്യോ സാറേ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം, 1 hour ആണ് സെഷൻ ഉണ്ടാവുക. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കും സാറ്. ഓക്കെ, വിജിത ഒരു 10 മിനിറ്റ് തങ്കത്തെ കുറിച്ചും തങ്കം സെന്റർ ഫോർ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചും പറയാം. ആ ഡീൽ ഓക്കെ. അങ്ങനെ പോയി ഒരു കുറേ സെഷൻസ് സാറ് ഇത് ലേണിംഗ് ഡിസബിലിറ്റിയും കുട്ടികളുടെ പ്രശ്നങ്ങളും ഒക്കെ സാറ് സ്കൂളിൽ ക്ലാസ് എടുക്കും. ആൻഡ് ഇനി വിജിത പറയുന്നു പറയും. കുറേ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 8, 10, 12 ക്ലാസ് കഴിഞ്ഞപ്പോൾ സാർ റൂട്ട് മാറ്റി. സാറ് പറയും ഞാൻ അവിടെ വന്നിരിക്കും, നീ ക്ലാസ് എടുക്കും. സാറ് തങ്കത്തിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ഇപ്പൊ എന്താ പറയേണ്ടത്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്കാൽക്കുലിയ ഉണ്ട്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, അത് ഞാൻ പറയാം. അനുഭവങ്ങളാണ് ഞാൻ പറയുക. പൊതുവെ കഥ പറയുന്ന പോലെ തന്നെയാണ് ക്ലാസ് എടുക്കുക. അങ്ങനായി അവസാനം സാറ് ഞാനും കൂടെ കാറിൽ പോവും. ഞാൻ ആദ്യം പറയും, സാറ് അവസാനം പറയും, അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ. അതെന്ന് റേഷ്യോ ഇങ്ങനെയായി 10:50 50:10 പോയിട്ട് അവസാനം എന്ത് സംഭവിച്ചു വെച്ചാല് വിത്തിൻ 1 year എന്ന് കൂടി പറയാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കായി ക്ലാസ് എടുക്കാൻ പോലെ. ആൻഡ് അതാണ് ഒരു മെന്റർ ചെയ്യേണ്ടത്. അതാണ് ഒരു ലീഡർ ചെയ്യേണ്ടത്. വിട്ടുകൊടുക്കണം, അകന്നു പോണം, നമ്മളെ വളരാൻ അനുവദിക്കണം. അതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു നല്ല ഗുരു എന്നും എന്താണ് ഒരു മോശം ഗുരു എന്നും ഞാൻ 2 വ്യക്തികളിൽ നിന്നും പഠിച്ച ആളാണ്. അപ്പൊ ജയറാം സാറെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ നല്ല ലീഡർ ആവാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്ന ഒരാളാണ്. പിന്നെ അത് എന്റെ ലോകമായിരുന്നു. പിന്നെ ഞാനാണ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഒരു കാലയളവാണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴും ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്കറിയില്ല എന്നാണ് ഞാൻ ആദ്യം പറയാ. പക്ഷെ പൊതുസഭയിൽ ഞാനത് പറയില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് വിജി നീ അങ്ങനെ ചെയ്യടി എന്ന് പറഞ്ഞാ ഇല്ല എനിക്കറിയില്ല. അപ്പൊ എന്നെ അറിയുന്ന ആണെങ്കിൽ പറയും ഇല്ല നീ ആലോചിക്കേ എന്ന് പറയും. ആ സ്പേസ് എനിക്ക് തരും. അപ്പൊ ഞാൻ നന്നായിട്ട് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അറിയില്ല എന്ന് നമ്മൾ പോലും അറിയാണ്ട് എന്റെ ഉള്ളിൽ നിന്നൊരു ഉത്തരം വരുന്നത് എന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ്. അപ്പൊ നമ്മുടെ മക്കളും അങ്ങനെ ആയിരിക്കാം. ഇതുപോലെ വിജിയുടെ കൂടെ സൈക്കോളജി പഠിച്ച ഒരു മനുഷ്യനായിട്ട് ഒരു വ്യക്തിയായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് സൈക്കോളജി പഠിക്കാൻ പോയപ്പം ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഏത് വർഷമായിരുന്നു അത്? 2013 മറ്റോ ആയിരിക്കും. 13 അന്ന് 14. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞതാണ് വിജി ഇവിടെ പാലക്കാടിൽ ഒരു വെൽ സൈക്കോളജിസ്റ്റ് ആവുമെന്ന്. ശരിക്കും അത് കേട്ടപ്പം എനിക്ക് ഇപ്പൊ ആണ് വിജിയെ അതെ. അറിയാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കേട്ടത് പാലക്കാട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ about അതെ. learning. വിജിത is the name എന്നാ ഞാൻ കേട്ടത്. അപ്പൊ അന്നും വിജിതയുടെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. അല്ല അതുണ്ടെങ്കിലും എനിക്കത് ഇപ്പോഴും ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, പബ്ലിക്കലി പറയാൻ പറ്റില്ല. എന്നാലും പറയും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോ കാറിലാണ് പോകുന്നെങ്കിൽ ഞാൻ ചോദിക്കും ഏട്ടാ ഇപ്പൊ ഞാൻ ഇന്ന് എന്താ പോയി പറയാ. ദിസ് ഈസ് ദ ഫസ്റ്റ് വേർഡ്. ഞാൻ അവിടെ പോകുമ്പോ എന്റെ ഹസ്ബൻഡ് ഏട്ടാ ഞാൻ ഇപ്പൊ എന്താ പോയി പറയാ. നീ ഏത് ക്ലാസ്സിനാ പോണേ? മെന്റൽ ഹെൽത്ത്. നീ ഉറക്കത്തിൽ ഉള്ളിൽ ഇതല്ലേ പറയണത്. ആ ഒരു ഡൗട്ടില്ലേ, ആ ഡൗട്ട്ഫുൾനെസ് എനിക്ക് ഉള്ളത് എന്റെ ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ ഞാൻ ചെറിയ പ്രായത്തിൽ കടന്നു പോയത് കൊണ്ടാണ്. അത് നമ്മളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നീ ഒന്നിനും കൊള്ളില്ല, നിനക്കൊക്കെ എന്താ പറ്റുക, നീ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്ക്, നീ അഭിപ്രായം പറയണ്ട എന്ന് പറയുന്ന ഒറ്റ ദിവസത്തെ ഡയലോഗ് മതി കേട്ടോ. ഡെയിലി വേണമെന്നില്ല ചില കുട്ടികൾക്ക്. അപ്പൊ അതാണ് നമ്മളായിട്ട് ആക്കിയിരിക്കണം. അതാ ശരി, ഈ പ്രശ്നം. വിജി പറയുന്ന ഭയങ്കര കാര്യം. നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഞാൻ കോൺഫിഡന്റ് വ്യക്തിയൊന്നും അല്ല. ഈ പറഞ്ഞ പോലെ കോർണർ ചെയ്ത് ചെയ്യേണ്ട അവസ്ഥകൾ വരുമ്പോൾ ചെയ്യുക. ഇപ്പം കോളേജിലും സ്കൂളിലും ഇപ്പൊ വിവിധ പറഞ്ഞ പോലെ ഞാൻ കോളേജ് എത്തുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മാലതി മാം ആയിരുന്നു. എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്കിപ്പോ ഏകദേശം എന്നെ പറ്റുമ്പോ ഞാൻ അങ്ങനെ അത്ര ഔട്ട് സ്പോക്കണോ ലൗഡ് ഒന്നും ആയ വ്യക്തിയല്ല. എന്തോ എവിടെയോ മാമിന് എന്തോ തോന്നി. അപ്പം ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് ഉണ്ടാവും. പുറത്തുനിന്ന് കുറച്ച് ഫാക്കൽറ്റി വരും, കുറച്ച് സ്റ്റുഡൻസ് വരും. അവര് വരുമ്പം മാം ചൂസ് ചെയ്യുന്നു, അവരാണ് ഹെഡ്. അവര് പറഞ്ഞു ഗോപിക യു സ്പീക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാനും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ഹലോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയാത്ത ഡാൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഗ്രൂപ്പായിട്ട് സോളോ പെർഫോമൻസേ ഇല്ല. ഈ മാം മാത്രം എവിടുന്നാ ഇല്ലാത്തൊരു ഇഷ്ടത്തിന് വിളിക്കുമ്പോ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ പോവുക. ഈശ്വരാ പറ്റുമോ തെറ്റില്ലേ, മാമിനോട് നോ പറയാൻ അറിയില്ല. നോ പറയാൻ അറിയാത്ത കാരണം പോയി ഫേസ് ചെയ്ത് വന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞൊരു നോട്ടുണ്ട് മാമിന്റെ അടുത്തേക്ക്. അപ്പം അവരുടെ ഒരു ചിരിയും ഒരു തംസപ്പും ഉണ്ടെങ്കിൽ യു മെയ്ഡ് മീ ഹാപ്പി എന്ന്. ഇപ്പൊ അതേപോലെ ഇപ്പൊ വിജിതന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും അവിടെ എത്തുമ്പം സുധിയേട്ടന്റെ മുഖത്ത് പിന്നെ നമ്മുടെ കുട്ടികൾ പിന്നെ മമ്മി അങ്ങനെ കുറച്ച് ആൾക്കാരില്ലേ നമ്മൾ ഭയങ്കര അധികം വാല്യൂ തന്നെ, അവര് മുഖത്ത് നോക്കിയിട്ട് അവർക്കൊരു ഹാപ്പിനെസ് അവർ കാണിക്കുമ്പോ അതാണ് ആക്ച്വലി എന്റെ കോൺഫിഡൻസ്. അല്ലാതെ ഉള്ളിന്നല്ല എപ്പോഴും എനിക്കത് വരണത്. ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ അല്ല അത് ആവശ്യമാണ്. ഞാനിപ്പോ ഡെയിലി സെഷൻ എടുക്കാൻ പോകുമ്പോഴും എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് എനിക്ക് ആവശ്യമാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തുനിന്ന് ഓൾ ദി ബെസ്റ്റ് കിട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുള്ളൂ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും മൊബൈലില്, എവിടെ ഓൾ ദി ബെസ്റ്റ് അല്ലെങ്കിൽ എവിടെ കൂടെ ഉണ്ടെങ്കിൽ എവിടെ പറയുന്നു എന്ന് ഞാൻ കേട്ടിരിക്കും. വീട്ടിൽ നിന്ന് പോകുമ്പോ ആ ഒരു ഹഗ് തന്നിട്ട് വിട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആ ഇന്റിമസി ആണല്ലോ, നമ്മൾ ഒരാളുടെ ആണല്ലോ. അപ്പൊ അത് ഉള്ളിന്ന് എവിടുന്നല്ല ആ പുറത്തെ എനർജിയാണ് ആക്ച്വലി എനിക്ക് എന്റെ ധൈര്യം. ഉള്ളിന്ന് ഇതിനെ റിവേഴ്സ് ഇട്ട് നോക്കൂ, അത് ഡിസാസ്റ്റർ ആണ്. അതാണ് സംഭവിക്കുന്നത്. ഇറങ്ങി പോകുമ്പോ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ സ്കൂളില് 10th ആയിരിക്കുമ്പോ എലക്ഷൻ വന്നു. എലക്ഷൻ സമയത്ത് എല്ലാവരും എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അത് നമ്മൾ അവിടെ കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് അത് റിജക്ട് ചെയ്തു. ബിക്കോസ് ഇന്ന കുട്ടി തന്നെ ആവണം, നീ ആവരുത്. ഞാൻ റീസൺ ഒന്നും പറയുന്നില്ല, ആവരുത്. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ട്. ടീച്ചർ ഇപ്പോഴും എന്നെ കണക്ട് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്.
അപ്പൊ ടീച്ചർ പുഷ്പജ എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് പറയണത്. ബിക്കോസ് ടീച്ചർക്ക് എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട്, വിജിത ഇത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, എന്റെ തീരുമാനമല്ല, സ്കൂളിന്റെ തീരുമാനം, പ്രിൻസിപ്പൽ HM സ്റ്റാഫ് റൂമിന്റെ തീരുമാനമാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് മോള് നോമിനേഷന് കൊടുക്കരുത്. ഇറ്റ്സ് റിയലി ഹേർട്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ആ ടച്ച് ഉണ്ടല്ലോ, നിനക്ക് ഇനിയും അവസരങ്ങൾ വരും, യു ആർ എ ഗ്രേറ്റ് ലീഡർ എന്ന് അവരെ ടച്ച് ചെയ്ത് പറഞ്ഞ ആ സാധനം ഇന്നും എവിടെയെങ്കിലും പോയിട്ട് ഒരു ലീഡർഷിപ്പിന് നിൽക്കുമ്പോ പലപ്പോഴും എന്നെ തഴയപ്പെടുമ്പോ ആ ടച്ച് എനിക്ക് ഓർമ്മ വരും. യെസ്, നിനക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്ന്. അപ്പൊ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഫ്രണ്ട്സ്, അവർക്ക് അത് ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും. ബിക്കോസ് അനുഭവിച്ചവര് മാത്രമേ അത് കൊണ്ടു നടക്കുള്ളൂ, കൂടെ നിൽക്കുന്നവരുണ്ടാവണം എന്നില്ല. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഏതൊരു ലീഡർഷിപ്പ് ജേർണിയിലേക്ക് വരും, നമ്മളിപ്പോ ടോസ്റ്റ് മാസ്റ്ററിലുണ്ട്, ഞാൻ പാലക്കാട് ട്രെയിനേഴ്സ് ഫോറത്തിലുണ്ട്, ചങ്ങാതിയിലുണ്ട്, അവിടെയൊക്കെ ഒരു നമ്മളെ ഒന്ന് മാറ്റി നിർത്തുന്നോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും തോന്നുമ്പോ എനിക്ക് ടീച്ചറുടെ മുഖം ഓർമ്മ വരും, ടീച്ചറുടെ കണ്ണുകൾ എനിക്ക് ഓർമ്മ വരും, ടീച്ചറുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അനുഭവിച്ചേ, അതെനിക്ക് ഓർമ്മ വരും. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്റെ മക്കളാണ്, സാരില്ലമ്മ നമ്മളുണ്ടല്ല എന്ന് പറയുന്ന ആ സാധനം. പക്ഷെ അത് പറഞ്ഞാലും നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ അറിയണം, നമുക്കൊരു സെൽഫ് ലവ് വേണം. അതാണ് ഇപ്പൊ എന്റെ അനിയത്തി പറയാറുണ്ട്. എന്റെ അനിയത്തി കല്യാണങ്ങള് ഫംഗ്ഷനൊക്കെ പോകുമ്പോ നന്നായി ഒരുങ്ങിയാ പോവാ. ഞാൻ പറയും, നീ അല്ലല്ലോ, അവരല്ലേ. അപ്പൊ പറയും, ഞാൻ എന്നെ ഒരുക്കുന്നത് എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഹാപ്പിനെസ് ആണ്. എന്റെ ചെറിയ മോൾ ഇപ്പൊ പറയും, അവളിപ്പോ വെറുതെ ഒന്ന് ടൗണിൽ പോവാണെങ്കിലും നന്നായിട്ട് ഒരുങ്ങാന്ന് സെൻസ് നിറയെ പൊട്ടുകമ്പലായിരുന്നു. അതല്ല, അവരുണ്ട്. എന്റെ മോൾ ചെറുതിനെ കണ്ടിട്ടുണ്ടോ, വെരി ഡിഫറെന്റ്. അങ്ങനെയാണ്. ആ സെൽഫ് ലവ് എനിക്ക് ഇല്ലായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കുറെ കൂടി സെൽഫ് ലവിലേക്ക് പോകുന്നത്. മുമ്പ് ഇങ്ങനെ കാറ്റത്തയച്ചു വിട്ട പട്ടം പോലെയാണ്. എനിക്ക് ഇപ്പോഴും എന്റെ സ്കൂൾ ലൈഫിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്നറിയില്ല. ഞാൻ തത്തമംഗലം ജംഗ്ഷനില് ബസ് ഇറങ്ങുമ്പോ ഈ നമ്മൾ ഗ്രൂപ്പ് ഡാൻസ്, ഗൈഡ്സിന്റെ പ്രോഗ്രാം, അതിന്റെ ഡാൻസ്, ഫുൾ ഡാൻസ് ആണ്. അപ്പൊ ഈ ബാഗില് പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, ഞാനാണല്ലോ ലീഡർ. ടേപ്പ് റെക്കോർഡറും കാസറ്റ് എന്റെയാ, അതുപോലെ അത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ടേപ്പ് റെക്കോർഡറാണ്. അപ്പൊ തത്തമംഗലം ജംഗ്ഷന് ബസ് ഇറങ്ങി, നിങ്ങൾ ആലോചിക്കണം, എനിക്ക് പുഴപ്പാലം എന്ന് പറയുന്ന സ്റ്റോപ്പ് ഉണ്ട് ചിറ്റൂർ കോളേജിന്റെ, അവിടെ ഇറങ്ങിയാൽ എന്റെ വീട്ടിലേക്ക് ഏറ്റവും അടുത്ത്. ഞാൻ തത്തമംഗലം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഈ ബാഗിൽ ഫുൾ പാട്ട് ഇട്ട് 2-3 കിലോമീറ്റർ ചുറ്റി എന്റെ വീട്ടിലേക്ക് നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. മനസ്സിലായോ? അതായത് ആ ലോൺലിനെസ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടും ആണ്, പക്ഷെ വിശ്വസിക്കില്ല, എക്സ്ട്രോവേർട്ടും ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, അതിനെന്തോ ഒരു പേര് പറയും, അല്ല അത് വല്ലാത്തൊരു സാധനമുണ്ട്, ഓ വെച്ചിട്ട് എന്തോ ഒരു സാധനം, ഞാൻ മറന്നുപോയത്. അവരെങ്ങനെയാ വെച്ചാല് കൂട്ടത്തിൽ കൂടണോ കൂടാം, ഒറ്റയ്ക്കിരിക്കണോ ഒറ്റയ്ക്ക്, അങ്ങനെ ഒരു ടീമുണ്ട്, അതിൽ പെട്ട ആളാ. അപ്പൊ ആ സെൽഫ് ലവ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നുണ്ടായിരിക്കണം, ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ കൂടി സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പൊ പലരും തെറ്റിദ്ധരിക്കും, ഓ നിനക്ക് നിന്നെ കുടുംബത്തെ മറന്നുകൊണ്ട്, കുടുംബത്തെ കൂട്ടാണ്ട്. എപ്പോഴും പാട്ട് കേട്ടോണ്ടാ പോകുന്നേ തോന്നുന്നു. ബിക്കോസ് വിജിയുടെ എല്ലാ വീഡിയോസിലും വിജി ഒന്നും പാട്ടിടാണ്ട് ഇടില്ല. ഈ ട്രാവൽ എന്ത് വീഡിയോ കണ്ടാലും അതിന്റെ ഒക്കെ ഒരു നല്ല മ്യൂസിക്കും ഉണ്ടാവും അതിന്റെ കൂടെ. അതിലെന്താ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പാട്ട് പാടും കുറച്ച്, പക്ഷെ അങ്ങനെയല്ല. അതിലൊരു കാര്യമുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്കൂൾ എന്തിനാ പറഞ്ഞ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ August 15th നമ്മൾ മാർച്ച് ഫസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഗൈഡ്സ് ക്യാപ്റ്റൻ ആയിരുന്നുകൊണ്ട് നമ്മൾ കമന്റ്സ് പറയുമല്ലോ മാർച്ച് ഫസ്റ്റ്. അതെല്ലാം കഴിഞ്ഞിട്ട് യൂണിഫോമോട് കൂടി ഞാൻ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓഫീസ്. അവിടെ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം കാണാൻ വേണ്ടി അവിടെ പോയപ്പോ എന്റെ ടീച്ചർ ഉണ്ട്, മീനാംബിക ടീച്ചറാണ് ഗൈഡ്സിന്റെ ക്യാപ്റ്റൻ ടീച്ചർ. ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു, എടി നിനക്കേ കമന്റ് പറയാനുള്ള ശബ്ദമല്ല, പാട്ട് പാടാനുള്ള ശബ്ദമാണ്. എന്നത് കീന്നാണ്, നമ്മൾ ഹൈ പിച്ചില് കമന്റ് പറയുമ്പോ അതിങ്ങനെ കീന്നായി പോവും, അവിടെ ഇങ്ങനെ പ്രതിധ്വനിച്ച് തിരിച്ചു വരും. അപ്പൊ ഇപ്പോഴെന്നെ കളിയാക്കാറുണ്ട് കേട്ടോ കീ എന്നുള്ള ശബ്ദത്തിന്. അപ്പൊ അന്ന് ആ ടീച്ചർ പറഞ്ഞത് എന്റെ ഉള്ളിലുണ്ട്, എനിക്ക് പാട്ട് പാടാനുള്ള ശബ്ദമാണ്, പാടൂല. മനസ്സിലായോ? അപ്പൊ അതൊക്കെ
അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ പാട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പിന്നെ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് പാട്ട് നിർബന്ധമാണ്. അടുക്കളയിൽ ഞാൻ ഇന്നാള് പറഞ്ഞത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഡിവോഷണൽ സോങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടാണ് 8:30 വരെ. അത് കഴിഞ്ഞ് പിന്നെ ന്യൂസ് അറിയണം. വൈകുന്നേരം രാവിലെ ബന്ധുണ്ടോ, ഹർത്താലുണ്ടോ, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ, അതറിയാൻ വേണ്ടി, അപകടം ഉണ്ടോ, പോണ വഴിക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതിനു വേണ്ടി കാണുന്നു ഉള്ളൂ. പാട്ട് ഒന്നാമത് പാട്ട് കേൾക്കുന്നത് ഡോപ്പമിൻ കൂട്ടും, ഹാപ്പി ഹോർമോൺസിന്റെ അളവ് കൂട്ടുമല്ലോ. അതുകൊണ്ട് ചെയ്യാം. ഡാൻസും കളിക്കുന്നുണ്ട്. അന്ന് ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഇൻഫോംറ്റു ഡാൻസ് കണ്ടപ്പം ബാക്കി എല്ലാവരുടെയും ഡാൻസ് ഭയങ്കര ഞാൻ ചിരിച്ച് മതിയായി. പക്ഷെ വിജി നന്നായി ഡാൻസ് കളിച്ചു. അപ്പൊ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ചെറിയ പ്രായത്തിൽ നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഈ ശിവരാത്രിക്കൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അന്ന് ഡാൻസ് കളിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ തട്ടൊക്കെ ഇട്ട്, ചുവന്ന തട്ടൊക്കെ ഇട്ട്, നെറ്റിച്ചൂട്ടിയൊക്കെ വെച്ച്, തിളങ്ങുന്ന പാവാടയൊക്കെ ഇട്ടിട്ട് എന്റെ അമ്മ ഒരുക്കി ഡാൻസ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ കളിക്കും. പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ നല്ല ആഗ്രഹമാണ് ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പൊ എന്റെ മോള് ഡാൻസിലേക്ക് വന്നപ്പോ അവള് 3 വയസ്സിൽ ഡാൻസ് പഠിക്കണതാ. അപ്പൊ ഡാൻസ് പഠിക്കുന്നോണ്ട് ഉണ്ടാവുമായിരിക്കും ഡാൻസിന് ആഗ്രഹം. എന്നിട്ട് ഞാൻ മോളെടുത്ത് ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചു. അമ്മയും മോളും ആയതുകൊണ്ട് അറിയാലോ, അത് നടന്നില്ല. പിന്നെ ഞാൻ മോളുടെ ഗുരുവായിട്ടുള്ള വിനിത ടീച്ചർ അടുത്ത് പോയി. പക്ഷെ എന്റെ തിരക്കുകൾ കാരണം എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. സ്റ്റിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പഠിച്ചിട്ടില്ല, പക്ഷെ ചെയ്യും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും പഠിച്ച ഒരാള് ഡാൻസ് ചെയ്ത മാതിരി തന്നെയുണ്ട്. അല്ല, കോളേജ് വരെയും തങ്കം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ എല്ലാ വർഷം ആനുവൽ ഡേ ഉണ്ട്. അന്ന് ഞങ്ങള് ഡാൻസ് പഠിച്ച് കളിക്കും. അതുകൊണ്ട് ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് വഴങ്ങും. ചിലവര് ബോഡിയിൽ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇഷ്ടമാണ്. പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് പാടാ. അതെ അതെ അതാണ് അത് തൊലിക്കട്ടിയാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. വിജി, ഇതുപോലെ എനിക്കൊരു ഡൗട്ട് കേട്ടോ. നമ്മുടെ ഈ കുറെ സ്കൂൾസിൽ ഒക്കെ അവർ ഇങ്ങനെ ഒരു കൗൺസിലറിനെ വെക്കും എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് സംസാരിക്കാം, അവർക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലറിനെ വെക്കാറുണ്ട്. പക്ഷെ ഈ കൗൺസിലേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, കുട്ടികൾക്ക് പക്ഷെ ഒരു ഭയമാണ്, ഇവര് പോയി ഈ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിന്റെ സ്റ്റാഫിന്റെ അടുത്തോ ഒക്കെ ഡിസ്കസ് ചെയ്യുമോന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഐ മീൻ ആ ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നില്ലല്ലോ. ഈ കുട്ടികൾക്ക് പറയാനുള്ള ഒരു പേടിയുള്ളത് കാരണം അവര് പോവാറില്ല. അതേസമയം കൗൺസിലർ എന്നാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരും, കുട്ടികൾ ചെല്ലുന്നില്ല, നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് വിടാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഈ അവിടെ എങ്ങനെ ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ പറ്റും? അല്ല, ഇതില് എന്തിനാണ് കൗൺസിലറുടെ ജോലി എന്താണെന്ന് കൃത്യം ഡിഫൈൻ ചെയ്യാത്തിടത്തോളം കാലം ഇതിലിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൗൺസിലർ യെറ്റ് അനദർ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ കൗൺസിലറുടെ പോസ്റ്റ് ആണ്, കൗൺസിലിംഗ് പഠിച്ച ആളായിരിക്കും. പക്ഷെ അവർക്ക് ഫ്രീ പീരീഡിൽ ബയോളജി പോയി എടുക്കൂന്ന് പറഞ്ഞാൽ ഷീൽ ബിക്കം യെറ്റ് അനദർ ടീച്ചർ. അവരുടെ ബേസിക് ഡിഗ്രി ചിലപ്പോൾ സുവോളജി ആയിരിക്കും, മാത്സ് ആയിരിക്കും. സോ ദാറ്റ് അവരെ പകരം വിടും ക്ലാസ് എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇവരിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൗൺസിലിംഗ് ഇല്ല, ശമ്പളം കൊടുക്കണ്ടേ, ക്ലാസ് എടുക്കാൻ പറയാലോ. അങ്ങനെ ഒരു രീതി വരും. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്താന്ന് വെച്ചാല് ഇത് റെക്കോർഡ് ചെയ്യണല്ലോ, പേരെഴുതണം, കേസ് എഴുതണം. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണ്, ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രശ്നമാണ്. പക്ഷെ ഇതൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇഫ് ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇന്ന് വന്ന കേസസ് എടുക്ക്, അല്ലെങ്കിൽ സീനിയർ ടീച്ചേഴ്സ് അതിൽ ഇടപെടുന്ന രീതിയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളോട് പിന്നെ അതിനനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനൊരു ടാക്ട്ഫുള്ളി കുറെ കൂടി ക്രിയേറ്റീവായി കുട്ടികളിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ കുട്ടികൾ വരും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു സ്കൂളിൽ കൗൺസിലറാണ്. അപ്പോ നമ്മള് ചങ്ങാതിയിലുള്ള വോളണ്ടിയർ ആണ്. അപ്പൊ ഞാൻ പറയും അത് എന്റെ സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ പറയാം. ചേച്ചിയാണ്, അതായത് മുതിർന്ന ആളാണ്. പക്ഷെ ഞാൻ പറയാം എന്റെ സ്റ്റുഡന്റ് ആണെന്നാണ്. ഞാൻ ചേച്ചി അനിഷ എന്നാണ് പേര്. അപ്പൊ അവിടെ കുട്ടികൾ വളരെ കംഫർട്ടബിൾ ആണ്. അവര് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതാണ് ചെയ്യാ എന്നുള്ളത്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് പറയാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ പോകുന്നുണ്ട്. ചേച്ചി ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ സബ്ജക്റ്റ് അല്ല, സൈക്കോളജി റിലേറ്റഡ്, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ്, കരിയർ റിലേറ്റഡ്. അപ്പൊ കുട്ടികൾക്ക് അതുമായി പറയാൻ പറ്റും. പിന്നെ അത്രയും എക്സ്ട്രീം കേസസ് മാത്രമാണ് എൻ്റെ അടുത്ത് റെഫർ ചെയ്യുക. എഗെയിൻ ഞാൻ പറയും, ഇനി എൻ്റെ അടുത്ത് വരരുത്, അനുഷ ടീച്ചർക്ക് പൊക്കോളാം. മനസ്സിലായോ?
അപ്പൊ ആ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ പറയും എല്ലാ സ്കൂളിലും കൗൺസിലർ വേണം, കുട്ടികൾക്ക് ഓടിച്ചെന്ന് പോയി പറയാനൊരു സ്ഥലം വേണം. പക്ഷെ മുമ്പൊക്കെ എങ്ങനെയാ വെച്ചാൽ സ്റ്റാഫ് റൂമിന്റെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സ്പേസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ മുറിയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെയർ കേസിന്റെ താഴെ ആയിരിക്കും. അത് മാറി നല്ല സെറ്റപ്പ് ഉള്ള അല്ല അത്യാവശ്യം വൃത്തിയുള്ള ഒരു മുറി കിട്ടിയാൽ കുട്ടികൾ വന്ന് പറയും. ശരിക്കും അങ്ങനത്തെ ഒക്കെ മുറി കൊടുക്കുമ്പോഴേ കുട്ടികൾക്ക് തോന്നില്ലേ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല പിന്നെ പിന്നെ എന്താ വെച്ചാല് ചില സ്കൂൾസ് മാൻഡേറ്ററി ആയിട്ട് കുട്ടികളെ ഓരോരുത്തരുടെയും പോയി വരും, വെറുതെ പോയി സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞു വിടുന്ന കുട്ടികളുണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് റൊട്ടീനായിട്ട് ഓക്കെ നമ്മള് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന പോലെ ഇത് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഇയർലി വൺസ് നമ്മൾ ഒരു തവണ പോകുന്നു, ഒരു സൈക്കോളജിസ്റ്റിനായിട്ട് കൗൺസിലറെ കാണുന്നു, മനസ്സിലുള്ള ഭാരം നമ്മൾ വെന്റിലേറ്റ് ചെയ്യുന്നു, ഇറങ്ങി വരുന്നു. നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു ക്ലെൻസിങ്ങിലൂടെ കടന്നു പോണം. നമ്മൾ ബ്യൂട്ടി പാർലർ പോകുന്നില്ലേ, അതെന്തിനാണ്? മുടി വെട്ടാൻ പോകുന്നില്ലേ, വൃത്തികേടാണെന്ന് തോന്നുമ്പോ. അപ്പൊ അതുപോലെ ഒരു ഡ്രസ്സിങ് നമ്മുടെ മനസ്സിന് ആവശ്യമാണ്. അപ്പൊ കൺഫ്യൂഷൻസ് വരുമ്പോ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുന്നേ കൺഫ്യൂഷൻസ് തീർക്കാം. ഇപ്പൊ ഡിവോഴ്സ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഫാമിലി മെമ്പേഴ്സിനെയാണ് വിളിച്ചതെന്ന് വിചാരിക്കേ, എന്ത് സംഭവിക്കും? മനസ്സിലായോ? അപ്പൊ അതിന് പകരം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. ഓക്കെ, ഞങ്ങൾ രണ്ടാളും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, ഇതെങ്ങനെയാണ് നമ്മൾ സൈക്കോളജിക്കലി എങ്ങനെ ഡീൽ ചെയ്യണം, കുഞ്ഞുങ്ങളോട് ഇത് എങ്ങനെ പറയണം. അപ്പൊ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കാം. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒരു ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കുട്ടിയുടെ പ്രശ്നം കാരണം നമ്മൾ തമ്മിൽ വഴക്കിടുകയാണ്, ഇത് അവിടെ വഴക്കിടുന്നതിന് മുന്നേ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അത് നിങ്ങളെ കുട്ടിക്ക് ഒരു ഛർദി വന്നു, ഒരു ഡിസെൻട്രി വന്നു, ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലാണോ ചർച്ച ചെയ്യുക? അല്ല, നമ്മൾ വേഗം കുഞ്ഞിനെ എടുത്തോണ്ടോ. സെയിം വേ മനസ്സും ശരീരത്തിൽ പെട്ട ഒരു സാധനമാണ്, അത് ബ്രെയിൻ ഫംഗ്ഷനിൽ പെട്ടൊരു കാര്യമാണ്. അതിലുള്ള കെമിക്കൽ ഇംബാലൻസിൽ മാറ്റം വരുമ്പോഴാണ് സ്വഭാവത്തിൽ വ്യത്യാസം വരിക, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരിക, തോട്ട് പ്രോസസ്സിൽ വ്യത്യാസം വരിക. അത് പഠിച്ച ആളുകൾക്കാണ് കുറെ കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എന്ന് പറയണത് ഇയർലി വൺസ് ഒരു ഫാമിലി ആയി പോയി നമ്മൾ എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് സോർട്ട് ചെയ്യാൻ പറ്റും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനേ പറ്റില്ല. ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ കുട്ടികളെയും വീട്ടുകാരെയും ഒരുക്കേണ്ടതുണ്ട്. അതും പ്രൊഫഷണലിയേ പറ്റുള്ളൂ. വെറുതെ സാരില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിനൊരു വേ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അതുണ്ടല്ലോ, പ്രോട്ടോകോൾ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ എന്താ പറയാ ഹെൽത്തിന് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ജിമ്മിൽ പോകുന്നുണ്ട്. ഇതുപോലെ നമുക്കൊരു ഇമോഷണൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ അങ്ങോട്ട് പോപ്പുലർ ആയി വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും ശരി ഒരു തുമ്മലുണ്ടോ ഒരു പനിയുണ്ടോ ഓക്കെ ഡോക്ടറിനെ പോയി കാണാം. പക്ഷെ ഒരാള് വീട്ടില് ഇപ്പൊ ഒരു ഫാമിലി മെമ്പർ കുറച്ച് സങ്കടത്തില് അല്ലെങ്കിൽ ആ യൂഷ്വൽ ഒരു റുട്ടീനിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇവളെ കൊണ്ടുവന്ന് ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. എന്താണ് നമ്മൾ വീട്ടിൽ ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു, അറിയണില്ല, സൊല്യൂഷൻ കിട്ടണില്ല. ഇങ്ങനെ ഒരു മാറ്റം ആക്ച്വലി ഭയങ്കര അനിവാര്യമല്ലേ ഇപ്പം? എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആന്ന് ആൾക്കാർ അറിയേണ്ട ഒരു സമയമായില്ലേ? അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ സൊസൈറ്റിയില്? നല്ലോണം വന്നിട്ടുണ്ട്. ഇനിയും വരേണ്ടതുണ്ട്. പിന്നെയും കുറെ കൂടി ഇതിനെക്കുറിച്ച് അറിയും. പക്ഷെ അയ്യോ അത് വേണ്ട, സ്റ്റിഗ്മ. ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഈവൻ പറയാൻ പാടില്ല എന്നാലും അത്രയും പ്രൊഫഷണൽ ഇരിക്കുന്ന ആളുകൾ തന്നെ പറയും അയ്യോ കൗൺസിലിങ്ങിനൊന്നും പോണ്ട, നമുക്ക് തന്നെ വർത്താനം പറഞ്ഞ് ശരിയാക്കാം എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും ഉണ്ട്. കുട്ടികൾ പറയും അമ്മ എനിക്കൊരു കൗൺസിലിങ്ങിന് പോകണം എന്ന് പറയുമ്പോ അവിടെ ഒന്നും പോണ്ട എൻ്റെ അടുത്ത് പറ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ കൗൺസിലിങ്ങിന്റെ രീതി മാറി, ആളുകൾ അതിനോട് എടുക്കുന്ന രീതികളൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്, കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഫുള്ളി ഈ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ ഇല്ല. പലപ്പോഴും ഇതൊക്കെ ഇവന് തിന്നിട്ട് എല്ല് കുത്തിയിട്ടാ, ഇവിടെ സൗകര്യങ്ങൾ കൂടിയിട്ടാ, ഇവർക്കെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടാ എന്നതിലേക്ക്, അതായത് നമ്മൾ കുറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒരു കുട്ടി മോശമാവാൻ കാരണം ഇന്നതാണ്, വേഗം അതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യും. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റാത്തത് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ഇറ്റ്സ് വെരി സിമ്പിൾ. വെരി സിമ്പിൾ. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാ മതി. യെസ്, ദിസ് ഇസ് ദ പ്രോബ്ലം. വാട്ട് നെക്സ്റ്റ്?
ഇത് പ്രോബ്ലം 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 പ്രോബ്ലം. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റണം. ഈവൻ ഇപ്പൊ എനിക്കാണെങ്കിലും നമ്മള് കൈവിട്ട് നിൽക്കുന്ന സമയത്ത് പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പൊ ഞാനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കും. ഞാൻ കൗൺസിലിങ്ങിന് പോകും. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ കൗൺസിലിങ്ങിന് പോകും. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോ അവർ എന്നോട് സംസാരിക്കും. അവരുടെ മകനൊരു പ്രശ്നം വരുമ്പോ വിജി ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എന്റെ ഫ്രണ്ട് എന്നോട് ചോദിക്കും. ഞാനും അത് ഡിസ്കസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിത് പഠിച്ചത് കൊണ്ട് നമുക്ക് ദേഷ്യം വരില്ലാന്നോ, നമുക്ക് സങ്കടം വരില്ലാന്നോ, നമ്മൾ മക്കളെ നന്നായിട്ട് വളർത്തുന്നൊന്നുമല്ല. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പ്രശ്നങ്ങൾ വരൂലേ. അപ്പൊ ഈവൻ നമ്മളും ഹെൽപ്പ് എടുക്കണം. ഓക്കെ. അപ്പൊ ഈ ഓപ്പൺനെസ് നമ്മളിപ്പോ ബ്ലഡ് ജനറലി ഇപ്പം പണ്ടൊക്കെ ബുദ്ധിമുട്ട് അസുഖം വലുതായിട്ട് അസുഖം വരുമ്പോൾ ഡോക്ടർ അടുത്ത് പോകുന്നതും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ഇപ്പം നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എന്താ, ഒരു 6 months കഴിഞ്ഞ ഇന്ന ഒരു കാര്യങ്ങൾ health ചെക്ക് checkup. ചെയ്യണം, ആ, ഹെൽത്ത് ആ. ചെക്കപ്പ് ഒരു പാക്കേജ് അതെ എടുക്കുകയാണ്. അതെ 1 year കഴിഞ്ഞ അതേപോലെ ആക്ച്വലി ഇപ്പം സ്കൂളിംഗ് തൊട്ട് സ്കൂളിൽ തുടങ്ങാൻ പറ്റുക വെച്ചാൽ വെൽ ആൻഡ് ഗുഡ്. ഇഫ് നോട്ട് ഫാമിലി നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഒരു സെഷൻ ഫാമിലി ആയിട്ടോ. അപ്പൊ ചിലപ്പോ ഈ സംസാരിച്ചിരിക്കും, ഇപ്പൊ നമ്മൾ തന്നെ സിമ്പിൾ തിങ്സ് പറഞ്ഞു, വലിയ ഇഷ്യൂ അല്ലെങ്കിലും ദ വേ ഞാൻ എൻ്റെ കുട്ടികളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഹൗ ഐ ഹാൻഡിൽ മൈ ഹൗസ്, വിജിത സംസാരിച്ച് വരുമ്പോ ഓ ശരിയാ ഇങ്ങനെയും ചിന്തിച്ചൂടെ എന്നൊരു തോന്നി. ജസ്റ്റ് ബിക്കോസ് യു ആർ മൈൻഡ് ട്രെയിൻ ഫോർ ഇറ്റ്. എന്തോ ഒരു സ്റ്റഡീസും പ്രൊഫഷണലിസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു റുട്ടീൻ പ്രാക്ടീസ് ആയിട്ട് എവറി 1 in 3 months ഒരു ഫാമിലി കൗൺസിലർ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ജനറലൈസ് ആയി വന്ന പ്രശ്നമില്ല. മറ്റെന്താ അറിയോ, ഓ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയോ, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയോ, കൗൺസിലിങ്ങിന് പോയോ, അതും എന്തോ വലിയൊരു പ്രോബ്ലം ആണല്ലേ, അതുകൊണ്ടല്ലേ. വാട്ട് ഇസ് ദ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. ബ്ലഡ് ചെക്ക് ചെയ്യുന്ന പോലെ വരാൻ പോകുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ഇത്രയും കൂടി സന്തോഷാക്കാൻ പറ്റുമോ ലൈഫ് നോക്കാനും പോയിക്കൂടെ, അങ്ങനെ അത് പറ്റും. നോക്കൂ, നമ്മള് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പലതും മാറിക്കഴിഞ്ഞു അല്ലെ. ഇപ്പൊ പണ്ട് ഞാൻ ക്ലാസ്സസിൽ പറയാറുണ്ട്, പണ്ട് നമ്മുടെ ലോകം അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങളൊക്കെ നേതാക്കന്മാരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, WHO അടക്കം ഇമ്പോർട്ടൻസ് പണ്ട് കൊടുത്തിരിക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനായിരുന്നു. Right? കറക്റ്റ്. എന്തിനായിരുന്നു വെച്ചാൽ പട്ടിണി മരണങ്ങൾ കൂടുതലായിരുന്നു, പോഷകാഹാര കുറവ് കുട്ടികളിൽ കുറവായിരുന്നു, പ്രസവ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്നു. ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കി ഇപ്പൊ ദാരിദ്ര്യം എത്രത്തോളം ഉണ്ട്? അതെ വളരെ ബേസിക് നീഡ് മനുഷ്യന്റെ എന്തായിരുന്നു? വിശപ്പാണ്. അതിപ്പോ ഏകദേശം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയേ അടുത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുള്ളൂ. ക്ലിയർ? അതിന്റെ ഭാഗമായിട്ടാണ് WHO മെന്റൽ ഹെൽത്ത് അവയർനെസ് സെഷൻസ് തുടങ്ങിയത്. ഇപ്പൊ ലോകരാജ്യങ്ങളോട് പറയുന്നത് നിങ്ങൾ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം. അതെ. ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കാണുന്ന പല നമ്മളെ വിഷമിപ്പിക്കുന്ന കേസുകൾ, കൊലപാതകം, റേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ശാരീരികാരോഗ്യം ഉണ്ടോ? ഇല്ലേ? ശാരീരികാരോഗ്യം ഉള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. അതെ. ഫിസിക്കലി they are fit. ഹാൻഡിക്യാപ്ഡ് ആയ ആള് വരെ ഫിസിക്കലി ആ. ഫിറ്റ്. അപ്പൊ അവിടെ എന്താണ് ലാക്കിംഗ്? മെന്റൽ ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ അവയർനെസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് +1 സ്റ്റുഡൻസിന് മെന്റൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പദ്ധതികൾ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യുക, ചെവി ടെസ്റ്റ് ചെയ്യുക പോലത്തെ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു ടെസ്റ്റും ഇല്ല. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ സർക്കാർ സ്കൂളുകളിൽ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ മനുഷ്യരിത് മനസ്സിലാക്കുന്നതനുസരിച്ച് പദ്ധതികൾ വരുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്. കൗൺസിലേഴ്സ് മുമ്പുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ? ഇല്ല. അപ്പൊ കൗൺസിലേഴ്സ് ഉണ്ട് അറ്റ്ലീസ്റ്റ്. ഇനി അത് കഴിയുമ്പോ അതൊരു സിസ്റ്റം ആയിട്ട് വരും. ക്ലിയർ? ഇങ്ങനെ മാറ്റങ്ങളുണ്ട്. എന്നിരുന്നാലും വന്നാലും നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറയുമ്പോ അവര് പറയുന്ന, അയ്യോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും നോക്കൂ, ഇത് കഴിക്കാതിരുന്നാൽ ഇഫ് ആ കുട്ടിക്ക് ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ട്, ഒരു സിസോഫ്രീനിയ ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു OCD ഉണ്ട്, അവർക്ക് മരുന്ന് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ചോദിക്കും, BP ഉള്ള ആളുകൾ മരുന്ന് കഴിക്കില്ലേ? അതെ. അയ്യോ ഇത് ഭാവിയിൽ ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കോ? ഇല്ലല്ലോ. സെയിം വേ മനസ്സിന് മാറ്റങ്ങൾ വരുമ്പോ അത് ചിലപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സെൽഫായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. പ്ലസ് അതിനെ നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനോടൊപ്പം യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, വട്ടവർ അവർക്ക് സന്തോഷമുള്ള കാര്യം, യാത്രകളാവാം, ചിത്രം വരയ്ക്കാവാം, പാട്ട് പാടാം, ഡാൻസ്, ഇതും കൂടെ വേണം. ഇത് എങ്ങനെയാണെന്നറിയോ? പണ്ട് രോഗിയാണോ, മരുന്ന് കഴിച്ചു വീട്ടിലിരുത്തി, അങ്ങനെയാണല്ലോ.
ഒരു സൈക്കാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വന്നാൽ എന്താ സംഭവിക്കുക? രോഗിയാണ്, സ്കൂളിൽ വിടൂല, കോളേജിൽ വിടൂല, ജോലിക്ക് വിടില്ല, ഈ മുറിക്കകത്ത്. അങ്ങനെ അവര് ശരിക്കലും ഭ്രാന്തായി പോകും. അതെ. അപ്പൊ ആ ചിത്രമാണ് 90s 80s കിഡ്സിന്റെ ഉള്ളിലുള്ളത്. മരുന്ന് കഴിച്ചാ വീട്ടിനകത്തോ ഒറ്റപ്പെട്ട് പോകും. പണ്ടത്തെ മൂവീസിലൊക്കെ അതെ. ചങ്ങലക്ക് ഇട്ടിട്ടും കൂടിയാ Yes. കാണിക്കുക. ഇപ്പൊ അപ്പൊ ഒന്നും അത് shock സിനിമയിലും ഇല്ല കൊടുക്കുക. അത്. അതെന്തുകൊണ്ടാ? മരുന്നിനോടൊപ്പം തന്നെ ആ. ബൈസ്റ്റാൻഡേഴ്സ് ആയി നിൽക്കുന്നവർ അവരോട് ഇടപഴകുന്നതിനെ കുറിച്ച് നല്ല ബോധവൽക്കരണം കൊടുക്കണം. എങ്ങനെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, എങ്ങനെയാണ് ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടത്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാതെ മരുന്ന് കഴിച്ച് ഇരുത്തി തന്നെ. അത് രോഗമല്ല, അവർക്കൊരു അവസ്ഥയാണ്, ജന്മനാലുള്ള അവസ്ഥ. മരുന്ന് കൊടുക്കുന്നു, ജോലിക്ക് പോകുന്നു. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന OCD പോലത്തെ അസുഖമുള്ള കുട്ടികൾ, അവസ്ഥയുള്ള കുട്ടികൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അവർ സ്കൂളിൽ പോകുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്. ക്ലിയർ. അപ്പൊ മരുന്ന് കഴിച്ച് രോഗിയാക്കി ഇരുത്താനല്ല. നിങ്ങൾ BP മരുന്ന് കഴിക്കുന്ന ആളെ ജോലിക്ക് വിടാതിരിക്കും? അതൊന്നും ഇല്ല. ഇല്ലല്ലോ. കൊളസ്ട്രോൾ കഴിക്കുന്ന ആളെ അയ്യോ നിങ്ങൾ മരുന്ന് കഴിക്കണ്ട ചേട്ടാ, ആളെ ജോലിക്ക് പോണ്ട. ഇല്ല. സെയിം വേ ഇതിന് മരുന്ന് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു അവയർനെസ് അവർക്ക് വേണം. പേഷ്യന്റിന് ഇൻസൈറ്റ് വേണം. യെസ്, എനിക്ക് ഈ അസുഖമുണ്ട്. അതെ, ഇത് മറച്ചു വെച്ച് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പൊ പേഷ്യന്റിന് ഇൻസൈറ്റ് കൊണ്ടുവന്ന് അവരെ അവനവന്റെ പ്രായത്തിനനുസരിച്ചുള്ള ജോലികൾ കൊടുക്കണം. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഡിപ്രഷന്റെ മരുന്ന് കഴിച്ചിരുന്ന ആളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ ട്രോമ കാരണം, എനിക്കത് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ട്രോമയാണ്. എനിക്ക് ഡിപ്രഷൻ വന്നു, ഞാൻ മരുന്ന് കഴിച്ചു. ശരിക്കും ഡിപ്രഷൻ എന്ന് ഇപ്പൊ പറയുന്ന ഒരു വേർഡ് ഇല്ലേ? ഇപ്പം കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും സാഡ് ആയാലും കൂടി ഐ ആം ഡിപ്രസ്ഡ് എന്നാ ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ആ ഒരു വേർഡ് ഭയങ്കര യൂസ് ആയി, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ? അത് അപകടമാണ്. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം മൂഡ് ഓഫ് ആയിരുന്നത് കൊണ്ടോ ഒരു 2-4 ദിവസം മൂഡ് ഓഫ് ആയിരിക്കുന്നതിനെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യുന്ന മാനുവൽ ഉണ്ട്. അതനുസരിച്ച് അത് കൃത്യമാണെങ്കിൽ ഇത്ര ദിവസങ്ങൾ, ഇത്ര മാസങ്ങൾ, ഇത്ര ദിവസം ഉറക്കമില്ലായ്മ, ഇത്ര ദിവസത്തെ ഭക്ഷണം ഇല്ലായ്മ, ഇത്ര ദിവസം റൊട്ടീൻ തെറ്റിക്കിടക്കുന്നു, ഇത് ഇത്ര പീരീഡ് എന്നുണ്ട്. അല്ലാണ്ട് ഒരു 4 ദിവസം 5 ദിവസം ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നത് ഡിപ്രഷൻ അല്ല. അത് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയിരിക്കും, ഒരു ട്രോമയായിരിക്കും, ചിലപ്പോ ഒരു ഭർത്താവിന്റെയോ ഭാര്യയുടെയോ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസൾട്ട് ആയിരിക്കും, ഒരു ഒറ്റപ്പെടുത്തലായിരിക്കും. ഒരു കല്യാണത്തിന് പോയപ്പോ ഒരു ചേച്ചി വന്ന് കല്യാണത്തിന് പോയപ്പോ എല്ലാവരെയും അവരോടൊക്കെ മിണ്ടി, എന്നോട് മാത്രം മിണ്ടിയില്ല. ഇതാലോചിച്ച് ആ ചേച്ചി ഒരാഴ്ച ഇരുന്ന് അതിന് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അവര് പറഞ്ഞു എനിക്കെന്തോ ഡിപ്രഷനാണ്. അങ്ങനെയല്ല, അത് വിലയിരുത്തേണ്ടത് വേറെ രീതിയിലാണ്. ഇന്നിപ്പോ UKG പഠിക്കണ പയ്യൻ വന്ന് പറയും ആന്റി എനിക്ക് ഡിപ്രഷനാ. അതെ. അത് ഭയങ്കര വീട്ടിൽ അങ്ങനെ പറയുന്നോണ്ടാണ്. നീ ഡിപ്രഷൻ അടിച്ചിരിക്കല്ലേ, എണീറ്റ് പോയി കുളിക്ക്, നീ അങ്ങനെ ഇരിക്കല്ലേ, നീ ഇങ്ങനെ പോയി വാട്ട് ഈസ് ദിസ് ഡിപ്രഷൻ? ഡെഫിനേഷൻ അറിയാണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാവരും നമ്മൾ ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് BP കൂടി എന്ന് പറയും. വിത്തൗട്ട് ടെസ്റ്റിംഗ് ഒരാളുടെ BP കൂടി എന്ന് പറയാൻ. അതുപോലെ തന്നെയാണ് ഒരാൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴത്തേക്കും ഡിപ്രഷൻ ആണല്ലേ എന്ന് പറയാൻ പാടില്ല. അതെ, അങ്ങനെ നിസാരവൽക്കരിക്കുമ്പോ അതിന്റെ സീരിയസ്നെസ് പോവും, ഇമ്പോർട്ടൻസ് പോവും. അതൊരു പ്രശ്നമാണ്.